ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലെയും ഹൈസ്കൂൾ HMമാരുടെയും AOമാരുടെയും ഒരു വാട്സപ്പ് കൂട്ടായ്മയാണിത്. ഈ കൂട്ടായ്മ രൂപീകൃതമായതിനെക്കുറിച്ചും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രവർത്തന രീതിയെക്കുറിച്ചും ഇതിൻ്റെ ഒന്നാമത്തെ ദിവസം ഇതിൻ്റെ അഡ്മിൻ മൂസക്കോയ സാറ് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിനുവേണ്ടി ഞാൻ സമയം ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും 2 വാക്കിൽ പറയുകയാണെങ്കിൽ 2020 സെപ്റ്റംബറിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിന് മുന്നേ നമ്മുടെ സുരേഷ് സാറും പ്രമോദ് സാറും മൂസക്കോയ സാറും ഒക്കെ ചേർന്ന് ഒരു 4-5 പേർ ചേർന്ന് രൂപീകരിച്ച ഒരു കൂട്ടായ്മ. പിന്നീട് പ്രൊമോഷൻ ലഭിച്ച അത് 35-40 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു ഗ്രൂപ്പായി മാറുകയും പുതുതായി സർവീസിൽ വന്ന HMമാർക്ക് അവരുടെ ചില സംശയങ്ങൾ ഈ ഗ്രൂപ്പിൽ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഗീത ടീച്ചറെ പോലുള്ള പ്രഗത്ഭ വ്യക്തികൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടായത് കാരണം ഈ ചോദിക്കുന്ന സംശയങ്ങൾക്കെല്ലാം തന്നെ ഓർഡർ സഹിതം പെട്ടെന്ന് മറുപടി ലഭിച്ചു. പിന്നീട് ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കെല്ലാം മനസ്സിലായി ഈ നമ്മുടെ HMമായി സർവീസിലുള്ള മിക്കവരും സർവീസ് സംബന്ധമായ കാര്യങ്ങളിൽ വളരെ പ്രഗത്ഭരായവരുണ്ട്, തീരെ ഒരു മീഡിയം ലെവൽ അങ്ങനെ കൈകാര്യം ചെയ്തു പോകുന്നവരുണ്ട്, വളരെ ശിശുക്കളും. അത് തന്നെയാണ് നമ്മുടെ സ്പാർക്ക് സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും ഒരു HM എന്ന നിലയിൽ സ്പാർക്കിനെ കുറിച്ച് അതിന്റെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല HMമാരും അതിൽ പ്രഗത്ഭരായവരിക്കുമ്പോൾ തന്നെ ഒന്നും അറിയാത്ത HMമാരും ഇതിലുണ്ട്. അങ്ങനെയാണ് ഈ ഗ്രൂപ്പിൽ ഒരു ചർച്ച വരികയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള HMമാർക്കും AOമാർക്കും ഈ സ്പാർക്കില് അതിന്റെ അടിസ്ഥാന വസ്തുക്കളെ കുറിച്ച് നല്ലൊരു വിവരം ലഭിക്കണമെന്ന് ഒരു ചർച്ച ഉണ്ടാവുകയും അങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇതിന്റെ 2 ക്ലാസ് വെള്ളി ശനി ദിവസങ്ങളിൽ കഴിഞ്ഞു. അതിന് ഒന്നാമത്തെ ദിവസം നമ്മുടെ സുരേഷ് സാറും 2ാമത്തെ ദിവസം പ്രമോദ് സാറുമാണ് ക്ലാസ് കൈകാര്യം ചെയ്തത്. വാട്സപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അതിന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത്. 1ാം ദിവസത്തെ ക്ലാസ് ലഭിക്കാതെ പോയ അവർക്കാണ് ഇന്ന് ക്ലാസ് തുടർ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് സുരേഷ് സാറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യ 2 ദിവസങ്ങളിലും നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തത് പ്രഗത്ഭ വ്യക്തിത്വങ്ങളായിരുന്നു. അതേപോലെ ഇന്നത്തെ ക്ലാസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇടുക്കി DDE ശശീന്ദ്രവ്യാസ് സാറാണ്. ഞാൻ സമയം കളയുന്നില്ല, അദ്ദേഹത്തെ ഈ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്കും ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയിലേക്കും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് മുക്കം AO ഓംകാരനാഥൻ സാറാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ ക്ലാസ്സിന് ശേഷം അതിലെ കൃതജ്ഞത രേഖപ്പെടുത്തി സംസാരിക്കുന്നത് കൽപ്പകഞ്ചേരി GVHSS HM മുനാസ് ടി സാറാണ്. അദ്ദേഹത്തെയും ഈ ഗ്രൂപ്പിലേക്ക് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ഗ്രൂപ്പിൽ ഇപ്പോഴെ എത്തിച്ചേർന്ന എല്ലാ പ്രഥമ അധ്യാപകരെയും AOമാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഓംകാരനാഥ് സാറെ ക്ഷണിക്കുന്നു. എത്രയും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു കാലാവസ്ഥയുടെയും ഒക്കെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അധ്യക്ഷന്റെ പ്രഭാഷണം നമ്മളുടെ ഗ്രൂപ്പിൽ എഴുതി ഈ പരിപാടിക്ക് ശേഷം പോസ്റ്റ് ചെയ്യുന്നത് ആണ് എന്ന് അറിയിച്ചുകൊണ്ട് നമ്മളുടെ സ്പാർക്ക് പരിശീലന പരിപാടിയുടെ 3ാം ദിവസമായ ഇന്ന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശ്രീ ശശീന്ദ്രവ്യാസ് സാറിനെ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. എന്നെ കേൾക്കാവോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഏതായാലും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉള്ള പ്രഥമാധ്യാപകർക്കും അതേപോലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കുമായിട്ടുള്ള ഒരു വേദി ഇതേപോലെ അണിയിച്ചൊരുക്കിയതിൽ
ഏതായാലും ഈ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ മുന്നേറുന്നു എന്നുകൂടി അറിയുന്നതിൽ അതിലേറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ഏതായാലും നമ്മളെല്ലാം പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ജനിച്ച് ജീവിച്ച് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീൽഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണയും കാഴ്ചപ്പാടുമൊക്കെ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണ്. ഏതായാലും ഇന്നത്തെ ഇങ്ങനെയൊരു സ്പാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരിശീലന പരിപാടിക്ക് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ രാജീവ് മാസ്റ്റർ, അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന മുക്കം AEO കൂടിയായിട്ടുള്ള ശ്രീ ഓങ്കാരനാഥൻ സർ, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ മുനാസ്, മറ്റ് സ്നേഹം നിറഞ്ഞ പ്രഥമാധ്യാപക സുഹൃത്തുക്കളെ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരെ, നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ജീവിത രീതിയിൽ കൂടി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളും അതിനനുസരിച്ച് ഇന്നലെ വരെ നാം അനുവർത്തിച്ചു വന്ന എല്ലാ കാര്യങ്ങളും ഒരു വക്കിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ശൈലികളും പുതിയ തന്ത്രങ്ങളുമെല്ലാം മെനഞ്ഞുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം അതിൽ വളരെയേറെ പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥാനം വഹിക്കുന്നവരാണ് ഈ ഗ്രൂപ്പിൽ ഇപ്പോഴുള്ള നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും അതേപോലെ പ്രഥമാധ്യാപക സുഹൃത്തുക്കളും. അറിയുന്ന പോലെ തന്നെ നമുക്കറിയാം, നമ്മൾ അക്കാദമിക് ലെവലിൽ ഒരു അക്കാഡമീഷ്യൻ എന്ന നിലയിൽ നമ്മളെല്ലാവർക്കും ഒരുവിധം എല്ലാ കാര്യങ്ങളും ഒരു 90% എങ്കിലും നല്ല പെർഫെക്റ്റായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരാണ്. അതായത് നമ്മൾ ജോലി കിട്ടി, നമ്മൾ ആ മേഖലയുമായിട്ട് കുട്ടികളുമായിട്ടും നമ്മുടെ സിലബസുമായിട്ടും മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ കോകരിക്കുലർ ആക്ടിവിറ്റീസുമൊക്കെയുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അതായത് 20-ഓളം വർഷത്തെ ഒരു സർവീസിന്റെ അവസാനത്തിൽ നമുക്ക് ഒന്നെങ്കിൽ ഒരു കൂട്ടർ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു കൂട്ടർ പ്രതീക്ഷിക്കാതെ നമുക്ക് ഇങ്ങനെ ഒരു പ്രഥമാധ്യാപക സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ AEO സ്ഥാനത്തേക്ക് ചേക്കേറപ്പെടുകയാണ്. അപ്പോൾ അതുവരെ പഠിച്ച അക്കാദമിക തലത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പുതിയ സ്ഥാനത്തും നല്ല രീതിയിൽ നമ്മുടെ കണ്ടു പരിചയിച്ച കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടും പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പ്രഥമാധ്യാപകർക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതുവരെ ഉള്ള അറിവ് വളരെ പരിമിതമാണ്. അപ്പൊ പുതിയ അറിവുകൾ നേടിയെടുക്കേണ്ടത് ആ ഒരു സീറ്റിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ഒരു പ്രഥമാധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ടും അക്കാഡമീഷ്യനായിട്ടും ഒരു രണ്ട് ബഹു റോളുകൾ കൈകാര്യം ചെയ്യേണ്ട വ്യക്തിത്വങ്ങളായി മാറുകയാണ്. അതേപോലെ ഈ രണ്ട് റോളുകളും നല്ല രീതിയിൽ പകർന്നാടുമ്പോഴേ നമുക്ക് കൃത്യമായ ഒരു മാനസിക സംതൃപ്തി അവിടെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബെസ്റ്റ് എക്സിക്യൂട്ടർ ആവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണമെങ്കിൽ ഈ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ സമൂഹത്തെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അക്കാദമിക തല അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഭരണപരമായ മേഖലകളിൽ നമുക്കുണ്ടാകുന്ന കുറവുകൾ നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾക്ക് ആ സീറ്റ് നമുക്ക് കൃത്യമായ ഒരു സംതൃപ്തി തരുന്ന ഒരു ഇരിപ്പിടമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 20 വർഷം, പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചിലവർ നല്ല പക്ക എല്ലാം പഠിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞുകൊണ്ട് കസേരയിലേക്ക് വരുന്നവരുണ്ട്. ചിലവർ ഒരു ഓർഡർ കിട്ടി, ആ ഓർഡറിനനുസരിച്ച് ഏതായാലും ചെന്ന് ജോയിൻ ചെയ്ത് കളയാം എന്നുള്ള രീതിയിൽ വരുന്നവരുണ്ട്.
അപ്പോൾ ഈ രണ്ടു കൂട്ടർക്കും ഇടയിലും ഒരു കൂട്ടരുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, എങ്ങനെങ്കിലും ഓടിച്ചു പോകാം എന്നുള്ളൊരു സംതൃപ്തിയിൽ പോകുന്നവരുമുണ്ട്. അപ്പോൾ ഈ വിഭാഗങ്ങളെയെല്ലാം കൃത്യമായ രീതിയിൽ എന്താണ് പോഷിപ്പിക്കുക, ബൂസ്റ്റ് ചെയ്യുക എന്നത് അറിയുന്നവന് അറിയാത്തവനൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അറിയുന്നവന്റെ വിവരം കൂടുകയും ഇരട്ടിക്കുകയുള്ളൂ എന്ന് നമുക്കെല്ലാം അറിയാം. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പിലൂടെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ എന്താണ് തെളിഞ്ഞ ഒരു മനസ്സോടുകൂടി സംതൃപ്തമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുകൂടി അറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോ നമ്മൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് സ്പാർക്ക്, നമുക്കറിയാം ഒരു HM എന്ന റോളിൽ നമ്മൾ അനുവർത്തിക്കുമ്പോൾ നമ്മുടെ കീഴിൽ നമുക്ക് താഴെ ഓഫീസിൽ ഒരു കൂട്ടം സ്റ്റാഫ് ഉണ്ട്. അതേപോലെ അക്കാദമിക് ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫും ഉണ്ട്. പ്രത്യേകിച്ചും എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ഈ HM ആയി വരുമ്പോൾ പ്രത്യേകിച്ചും എന്താണ് വേറൊരു ജില്ലയിൽ നിന്നും ഒരു HM ആയിട്ട് മറ്റൊരു ജില്ലയിൽ, സ്വന്തം ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് പോകുമ്പോൾ വേണ്ടതായ ഒരു കാലിബറോട് കൂടി പ്രവർത്തിക്കാൻ അതുവരെ 100% പെർഫെക്റ്റായി പ്രവർത്തിച്ചവർക്ക് വരെ ആ സീറ്റിലെത്തുമ്പോൾ പ്രത്യേകിച്ച് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് വേറൊരു ജില്ലയിലേക്ക് മാറ്റപ്പെടുമ്പോൾ അവർക്ക് പലവിധ യാത്രാ പ്രശ്നങ്ങൾ, അങ്ങനെ പലവിധ നൂറുകൂട്ടം കാര്യങ്ങൾക്കിടയിൽ ഇതും ഒരു സൈഡായി പോകുന്ന ഒരവസ്ഥ സംജാതമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം അതായത് ഇത്തരം കാര്യങ്ങളുടെ എല്ലാം നമ്മളെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഓഫീസ് സ്റ്റാഫിനെ ഏൽപ്പിച്ചു പോകുന്ന ഒരു പതിവ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളറിയാതെ പല രീതിയിലുള്ള മാൽ പ്രാക്ടീസും ഇവിടെ സംഭവിക്കാറുണ്ട്. നമുക്കറിയാം ഇന്നത്തെ ഒരു വിദ്യാലയത്തിലേക്ക് കടന്ന് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് യൂസർ നെയിം, ഒരുപാട് പാസ്വേഡും എല്ലാം നമ്മുടെ കൈകളിലുണ്ട്. ഇതെല്ലാം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ക്ലർക്കിനും ഇവർക്കെല്ലാം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അതിൽ നടക്കുന്ന നമ്മളറിയാതെ പല സംഭവങ്ങളും നടന്നു വരുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ DGക്ക് ഒരു സർക്കുലർ വരെ ഇറക്കേണ്ടി വന്നു. അതായത് നമ്മുടെ സ്പാർക്കും അനുബന്ധ സംവിധാനങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം കഫേ ഷോപ്പുകളിൽ കൂടി അലഞ്ഞു തിരിയുന്നതായിട്ട് ഒരു വാർത്തയെല്ലാം വന്നിരുന്നു. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ അതിൽ കൃത്യമായിട്ട് ഇടപെടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അത്തരം പ്രവൃത്തിയിലേക്ക് നയിക്കപ്പെടുകയും, അപ്പൊ അതിനൊരു പരിഹാരം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വേദിയിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ സ്പാർക്ക് നമ്മുടെ ഒരു എംപ്ലോയിയുടെ അടിസ്ഥാനപരമായ ഇന്നത്തെ കാലത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അവശ്യ ഘടകമാണ് സ്പാർക്ക്. ഒരാൾ ജോയിൻ ചെയ്യുന്നത് മുതൽ അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററി മുഴുവനും ഉൾപ്പെടുന്ന ഒരു സംവിധാനം, നമ്മുടെ ശമ്പളം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി തരുന്ന സർവീസ് മാറ്റേഴ്സ് എന്നുള്ള കൃത്യമായ വ്യക്തമായ ഒരു മറുപടി തരുന്ന ഒരു ഘടകമാണ് സ്പാർക്ക് പേറോൾ സർവീസ് മാറ്റർ എന്ന് പറയുന്നത്. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ. അതുകൊണ്ട് തന്നെ അതിലുള്ള അറിവ്, ഇതുകൂടാതെ തന്നെ നമുക്ക് ബിംസ്, ബാൻസ്, സമഗ്ര, അങ്ങനെ ഒരുപാട് സ്കോളർഷിപ്പ് പോർട്ടലുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെല്ലാം കുറിച്ചെല്ലാം വ്യക്തമായ ധാരണയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒന്നുകൂടി ഉയർത്താനും, അതേപോലെ നമ്മുടെ കീഴിലുള്ള അവർക്ക് കൃത്യമായ ഒരു റോൾ മോഡലായിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നേറാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം ഒരു വേദിയിൽ കൂടി നിങ്ങൾ ആർജിച്ചെടുക്കുന്ന അറിവുകൾ ഇത് ഒരു ചെവിയിൽ കൂടി കേട്ട് അടുത്ത ചെവിയിൽ കൂടി കളഞ്ഞു പോകാതെ വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തുകൊണ്ട് അത് നമ്മുടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓരോ വ്യക്തിക്കും സ്പാർക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നേടാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും ഓരോരുത്തർക്കും ഉപകരിക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇനി ഒരുപാട് സർവീസുള്ള അധ്യാപകരല്ലേ കൂട്ടത്തിലുണ്ട്. ഇനി ഒരുപാട് പോസ്റ്റുകൾ നിങ്ങളെ തേടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിലെല്ലാം പോകാനുള്ള ഒരു അടിസ്ഥാന ബാലപാഠം എന്ന് പറയുന്നത് നമ്മുടെ പ്രഥമാധ്യാപകർ അല്ലെങ്കിൽ EO തലത്തിലുള്ള ഒരു അറിവ് പരിജ്ഞാനം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നല്ലവണ്ണം ഷൈൻ ചെയ്തു പോവുകയാണെങ്കിൽ അടുത്ത എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രഥമാധ്യാപകരുടെ ഒരു വിദ്യാലയത്തിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഒരു സുവ്യക്തമായ ഒരു വിധിന്യായത്തിൽ പ്രഥമാധ്യാപകരുടെ റോളിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: The post of a headmaster is a pivotal importance in the scenario of education.
Around him wheels the tone and timbre of the institution. On him depends the continuity of its tradition, the maintenance of his discipline and the efficiency of his teaching. അപ്പോൾ ഒരു വിദ്യാലയത്തിന്റെ പാരമ്പര്യവും അവിടുത്തെ അച്ചടക്കവും അവിടുത്തെ അധ്യാപന പ്രക്രിയയും അവിടുത്തെ ഭരണപരമായ കാര്യങ്ങളെല്ലാം വ്യക്തമായി നിർവചിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് നയിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രതിഭാധനരായ നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ നേടുന്ന ഈ അനുഭവ സമ്പത്തുകൾ നല്ല വിധത്തിൽ സ്വാംശീകരിച്ചെടുക്കാനും അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇവിടെ നേരത്തെ ഒരു ഗീത ടീച്ചറെ പേരെല്ലാം പറയുകയുണ്ടായി. അപ്പോൾ ടീച്ചർക്ക് അങ്ങനെയൊരു മനസ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ടീച്ചറെ എല്ലാ കാലത്തും ഓർമ്മിക്കാനും ടീച്ചറുടെ ആ സന്മനസ്സിന് നന്ദി പറയാനും ഒക്കെ സാധിക്കുന്നത്. അതേപോലെ നിങ്ങൾക്കും ഭാവിയിൽ നമ്മുടെ ഇനിയും വരുന്ന ഈ മേഖലകളിലേക്ക് വരുന്ന ഈ സീറ്റിലേക്ക് വരുന്ന അവർക്ക് ഒരു മാർഗദർശിയായി വർത്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നമുക്കറിയാം അക്കാദമികമായ ഒരുപാട് പരിശീലനം ഇപ്പൊ സീമാറ്റിന്റെ കീഴിൽ നേതൃത്വത്തിലായാലും അക്കാദമികമായ ഒരുപാട് പരിശീലനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ തലത്തിലുള്ള ഒരു പരിശീലനം നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് 100% വിശ്വസിക്കാതെ നമ്മൾക്കും അതിൽ ഒരു കൃത്യമായ അറിവുണ്ടെങ്കിൽ നമുക്കും ആ മേഖലയിൽ അവരോട് തന്നെ ഇത് ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ, അതിന് വേറൊരു രീതിയിൽ അവരെ ചിന്തിപ്പിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇനിയും ഇതേപോലുള്ള ഇതുമായി നമ്മുടെ പ്രഥമാധ്യാപകർക്കെല്ലാം വേണ്ടുന്ന ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇനിയും ഇതേപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ഒരു പ്രഥമ അധ്യാപകന്റെ ഉത്തരവാദിത്തം എന്താണ്, കടമ എന്താണ്, ചുമതല എന്താണ് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു തന്ന DD സാറിന് വളരെ അധികം നന്ദി പറയാൻ വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുവാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അക്കാദമികമായിട്ടുള്ള കഴിവുള്ളവരായും അതേ സമയത്ത് തന്നെ നല്ല സംഘാടകരായും നല്ല ഏറ്റവും പുതിയ നിയമങ്ങൾ വരെ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും സാറ് സൂചിപ്പിച്ചതുപോലെയുള്ള മാതൃകാ പ്രഥമാധ്യാപകരായി തീരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും കേരളത്തിലെ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രഥമാധ്യാപകർ, ഈ ഗ്രൂപ്പിൽപ്പെടുന്ന അധ്യാപകർ ഭാവിയിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നും അതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സ്വയം പഠനമെന്നും അങ്ങയോട് വിനയപുരസരം അറിയിച്ചുകൊണ്ട് തുടർന്നുള്ള ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ശ്രീ സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ്സിനെ കുറിച്ചൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല, അത് നിങ്ങൾ അനുഭവിച്ച് മനസ്സിലാക്കുക. മറ്റൊരു ഒരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് അധ്യക്ഷൻ പതുക്കെ ആരും അറിയാതെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഈ പരിപാടിയിൽ നിന്ന് വിടവാങ്ങുന്നതാണ്. സുരേഷ് മാഷയുടെ ക്ലാസ് കഴിഞ്ഞാൽ മുനാസ് മാഷയുടെ നേതൃത്വത്തിൽ ഈ പരിപാടിക്ക് നന്ദി പറയുകയും തുടർ ചർച്ച നമ്മളുടെ ഗ്രൂപ്പിൽ നടത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അധ്യക്ഷന്റെ പ്രസംഗം വൈകുന്നേരം നമ്മളുടെ ഗ്രൂപ്പിലുണ്ടാകും. എല്ലാവർക്കും നന്ദി. സുരേഷ് മാഷെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ സെഷന്റെ അധ്യക്ഷൻ മുക്കം AU ഓങ്കാരനാഥൻ മാഷ്, ഈ സെഷൻ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട DD ശശീന്ദ്ര വ്യാസ സാറ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രഥമാധ്യാപകരെ, AUമാരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പ് ഏതാണ്ട് നിറഞ്ഞ് 267ഓളം പേരുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പും കൂടി വലിയൊരു 100-400ഓളം പേരുടെ ഒരു ഗ്രൂപ്പാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ട് വന്ന ഒരു ആശയം എടുത്തു കാണിക്കും. ഇങ്ങനെയുള്ളൊരു പരിശീലനം നമ്മൾ തുടങ്ങാൻ എന്താണെന്ന് ആലോചിക്കുകയും അങ്ങനെ നമ്മൾ 2 ദിവസം കഴിയുകയും അപ്പോൾ അത് ക്ലാസ്സുകൾ കിട്ടാത്തവർക്കായിട്ടുള്ള ഒരു നാളെയായിട്ട് നടക്കുന്നത്.
അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഇപ്പോൾ ലോഗിൻ ചെയ്തവരെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടാത്തവരാണ് അറിയാം. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോവാം. ഇപ്പോൾ കുറച്ച് മുമ്പ് സംസാരിച്ച DDEDക്ക് ശശി വാക്കുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാത്തത് ഒരുപാടുണ്ട്. അത് നമുക്ക് ഒക്കെ നമുക്ക് നമ്മുടെ അറിവ് തുടങ്ങിയാണ്. അപ്പം നമുക്ക് ഇന്ന് സെഷൻ സ്പാർക്കാണ്. അപ്പോൾ സ്പാർക്കിൻ്റെ ആദ്യത്തെ സെഷനിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക. നമുക്കറിയാം ഈ സ്പാർക്ക് ഒരു കേരള സർവീസിലെ ഒരു ഏറ്റവും വലിയ ഒരു വിപ്ലവമായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുന്നു. ഈ സ്പാർക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ഉണ്ടായിരുന്ന ഒരു പരമ്പരാഗതമായ ശൈലിയിൽ നിന്നൊക്കെ കൊണ്ട് അതൊരു ഇലക്ട്രോണിക് രൂപത്തിലേക്ക് വർഷങ്ങളുടെ അധ്വാനത്തിലൂടെയാണ് സ്പാർക്ക് ഇന്ന് ഈ രീതിയിൽ സംതൃപ്തമായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട് സ്പാർക്ക് ഇന്ന് ഇങ്ങനെയാണ് കൊണ്ടുവന്നതിൽ. അപ്പോൾ ഇതിന്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ഇതിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെയും സപ്പോർട്ട് കൊടുക്കുന്ന സർവീസ് എക്സ്പേർട്ടുകളെയും ഞാൻ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവരുടെ പ്രയത്നത്തെ എല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ തുടങ്ങി. എനിക്ക് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. വീഡിയോ അപ്പൊ നിങ്ങള് സ്ക്രീനിൽ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് കാണുന്നുണ്ടാവും. അപ്പൊ നമ്മള് സ്പാർക്കിന്റെ പേജാണിത്, വെബ് പേജാണിത്. ഇപ്പൊ വെബ് പേജ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇന്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെ ആ സ്പാർക്കിന്റെ ആ പൂർണ്ണ രൂപം തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള എന്നാണ്. സർവീസിന്റെയും നമ്മുടെ ജീവനക്കാരുടെ സർവീസിന്റെയും പേറോള് നമ്മുടെ ശമ്പളവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെയും ഒക്കെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള റെപ്പോസിറ്ററിയാണ്. റെപ്പോസിറ്ററി മീൻസ് ഒരു അതാണ്. അപ്പൊ അതില് ഇങ്ങനെ ഒരു കാര്യം വെച്ചതിന്റെ ഉദ്ദേശം തന്നെ ഗവൺമെന്റിന് കൃത്യമായ കണക്കുകൾ കിട്ടുക, മാൽ പ്രാക്ടീസുകൾ തടയുക എന്നൊക്കെ തന്നെയാണ് ഇതിൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. www.spark.gov.in എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇതിന് നമ്മൾ സ്പാർക്കിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്കറിയാം ഇതൊരു വെബ് ബേസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മളൊരു ബ്രൗസറിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഒരു ബ്രൗസർ മീൻസ് നമുക്ക് എപ്പോഴും പരിചയമുള്ള ബ്രൗസറാണ് ഫയർഫോക്സ്. ഫയർഫോക്സ് വഴിയാണ് നമ്മൾ കയറുന്നത്. അപ്പൊ ഫയർഫോക്സിലൂടെയാണ്. അപ്പൊ ഫയർഫോക്സിലെ 1-2 സെറ്റിങ്സ് നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പാർക്കിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ സ്പാർക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്പാർക്കിലേക്ക് കടക്കാൻ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറായ വെബ് ബ്രൗസറായ ഈ നമ്മുടെ മോസില്ല ഫയർഫോക്സ് അതിന്റെ സെറ്റിങ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ നോക്കാം. അപ്പൊ അതെവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ, ഒരു ബ്രൗസറിന്റെ സെറ്റിങ്സ് എവിടെയാണ്, ഇതിന്റെ മോസില്ല ഫയർഫോക്സിന്റെ സെറ്റിങ്സ് മാറ്റം വരുത്തണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ബ്രൗസർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മേലെ ഫയൽ എഡിറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ. മുകളിൽ ഫയൽ എഡിറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണല്ലേ, ഇതാണ്. ഇതിൽ എഡിറ്റിലാണ്. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ ചിലപ്പോൾ നമുക്ക് ഈ മെനു ഈ ഫയൽ എഡിറ്റ് വ്യൂ ഇത് കണ്ടില്ല എന്ന് വരാം. അപ്പൊ കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ പഠിച്ചു വരുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ നമുക്ക് ആ മെനു അവിടെ ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പൊ ആ മെനു എപ്പോഴെങ്കിലും ഇല്ല എന്ന് വിചാരിക്കാം. ഞാൻ തൽക്കാലം ഞാൻ ആ മെനു ഒഴിവാക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഫയർഫോക്സിൽ നിന്ന് ഞാനിപ്പോൾ തൽക്കാലം ആ മെനു ഒഴിവാക്കി. അപ്പൊ നിങ്ങൾ തുറക്കുമ്പോൾ ഈ മെനു ഇല്ലാതെയാണ് ഈ ഫയർഫോക്സ് തുറന്നു വന്നത് എങ്കിൽ അപ്പൊ ഞാൻ സ്പാർക്കിങ് കളയാം. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ മോസില്ല ഫയർഫോക്സ് എടുക്കുന്നു. ആപ്ലിക്കേഷൻസിൽ പോയിട്ട് ഇന്റർനെറ്റ് വഴി മോസില്ല ഫയർഫോക്സ് എടുക്കാം. അപ്പൊ ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന മെനുവിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം 2-3 വെബ് ബ്രൗസേഴ്സ് ഉണ്ട്.
ഒന്ന് ക്രോമിയം വെബ് ബ്രൗസേഴ്സ് ഉണ്ട്, ഫയർഫോക്സ് വെബ് ബ്രൗസേഴ്സ് ഉണ്ട്, ഗൂഗിൾ ക്രോം ഉണ്ട്. ഇതിൽ ഏതെടുത്താലും കുഴപ്പമില്ല. നമുക്ക് ഇത് വെബ് ബേസ്ഡ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കൂടെ പോകണമെന്ന് മാത്രമേ. പക്ഷെ നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എപ്പോഴും പരിചയമായിട്ടുള്ളത് ഫയർഫോക്സ് വെബ് ബ്രൗസർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല എടുക്കുന്നത്. ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെ. പ്ലേസസിന്റെ തൊട്ടിപ്പുറത്ത് നമുക്കൊരു ഐക്കൺ ഉണ്ട് അല്ലെ. അപ്പോൾ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമുക്ക് ആ മെനു ഇല്ല. മെനു ഞാൻ വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണ് അത് വരില്ല. അപ്പൊ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഉണ്ടാവില്ല. അപ്പൊ ആരെങ്കിലും ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ ആ മെനു ആ തൽസ്ഥാനത്ത് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടൈറ്റിൽ ബാർ ഉണ്ട്. ഗൂഗിൾ ഫയർഫോക്സ് എന്ന് പറയുന്ന ഇവിടെ കാണുന്ന ഈ ഗൂഗിളിന്റെ ഇതിന്റെ തൊട്ട് താഴത്ത് ഒരു സെക്കൻഡ്, ഞാൻ പ്രസന്റ് ചെയ്യുന്നത് വേറെ വിൻഡോ ആയിപ്പോയി തോന്നുന്നില്ല. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ കാണാൻ പോകുന്നു അല്ലേ. ഓക്കെ, അപ്പൊ നേരത്തെ ഞാനൊരു വേറെ വിൻഡോ ആയിരുന്നു പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇത് കാണുന്നില്ല, മെനു കാണുന്നില്ല. മെനു കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗൂഗിളിൽ ഇതിന്റെ ടൈറ്റിൽ ബാറിന്റെ അല്പം താഴെ എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ മെനുവിൽ, ഇത്തരം മെനുസിനെ നമ്മൾ പറയുന്നത് കോൺടാക്ട് മെനു എന്നാ പറയുക. സന്ദർഭത്തിനനുസരിച്ച് വരുന്ന മെനു അതിനാണ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന മെനുവിൽ മെനു ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെനു ബാർ തിരിച്ചു വരും. അപ്പൊ അങ്ങനെ മെനു ബാർ തിരിച്ചു വന്നാൽ പിന്നെ നമ്മൾ ഇതിന്റെ സെറ്റിംഗ്സിൽ എന്താണ് മാറ്റം വരുത്തുന്നത് പറയുന്നത്. അതിലേക്ക് എഡിറ്റിലെ പ്രിഫറൻസസിലാണ് ഇതിന്റെ സെറ്റിംഗ്സ്. ഈ പല സെറ്റിംഗ്സിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത് എഡിറ്റിൽ പ്രിഫറൻസസ് വഴിയാണ്. എഡിറ്റ് പ്രിഫറൻസസ്, എഡിറ്റിൽ പ്രിഫറൻസസ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊരു വിൻഡോ കിട്ടും. അതിന്റെ ഇടത് ഭാഗത്ത് നമ്മൾ നോക്കിയാൽ ജനറൽ, ഹോം, സെർച്ച്, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, സിങ്ക്, ഇങ്ങനെ ഒരു 5 വേറെ ഒരു മെനുകൾ കാണാം നമുക്ക്. അതിൽ നമ്മളിപ്പോൾ ആദ്യം നിൽക്കുന്നത് ജനറലായിരിക്കും. ഈ ജനറലില് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ഒരു സെറ്റിംഗ്സിൽ ചെറിയൊരു മാറ്റം വരും. അതിൽ അല്പം താഴോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാം. ഇവിടെ ഫയൽസ് ആൻഡ് ആപ്ലിക്കേഷൻസിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ മിക്കവാറും രണ്ട് റേഡിയോ ബട്ടൺ ഉണ്ട്. 2 ഓപ്ഷനേ ഉള്ളൂ നമുക്ക്. ഒന്ന് സേവ് ഫയൽസ് ടു ഡൗൺലോഡ്സും ഉണ്ട്, പിന്നെ ഓൾവേസ് ആസ്ക് യു വേർ ടു സേവ് എന്നും പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇതിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ബ്രൗസറൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്പാർക്കിൽ ബില്ലൊക്കെ പ്രോസസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇന്നറും ഔട്ടറും ബില്ലിന്റെ ഷെഡ്യൂൾസ് ഒക്കെ എടുക്കുമ്പോൾ അതിനെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ അത് നേരെ ഡൗൺലോഡ്സിലേക്കാണ് പോവുക. ഇവിടെ കിടക്കുന്ന ഇവിടെ ഏതാണോ ഫോൾഡർ അതിനകത്തേക്ക് ആയിരിക്കും പോവുക. മിക്കവാറും ഡിഫോൾട്ടായിട്ട് ഡൗൺലോഡ്സ് തന്നെയായിരിക്കും, അതിൽ വേറെ ആരും മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ. അപ്പൊ എല്ലാവരും എല്ലാ മാസവും ഇതുപോലെ തന്നെ എല്ലാം ഡൗൺലോഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നറും ഔട്ടറും അതിനകത്തൊന്ന് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റേഡിയോ ബട്ടൺ ഇങ്ങോട്ടാക്കി മാറ്റിയിടുക. ഏതിലേക്ക് മാറ്റിയിടുക? ഓൾവേസ് ആസ്ക് യു വേർ ടു സേവ് ഫയൽസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യും, അത് പാർട്ടിനാവണമെന്നില്ല, വേറെ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ വേറെ ഒരു ആർട്ടിക്കിളോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും എവിടെയാണ് ഞാൻ സേവ് ചെയ്യേണ്ടത്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൃത്യമായിട്ട് അതിൻ്റെതായ സ്ഥാനത്ത് അതിൻ്റെതായ സേവ് ചെയ്യാൻ നമുക്കൊരു അവസരം ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാം ഒരു ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ബ്രൗസറിന്റെ ഈ ഒരു സെറ്റിംഗ്സിൽ ചെറിയൊരു മാറ്റങ്ങൾ വരും. ഡൗൺലോഡ്സ് സെക്ഷൻസ് ജനറലാണുള്ളത്. ജനറൽ ഫസ്റ്റ് ടാബ് തന്നെയാണ്. അതിന്റെ അല്പം താഴോട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഡൗൺലോഡ്സ് ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത് നിങ്ങൾക്ക് ഗുണമാവും. ഇനി നമുക്ക് അടുത്തത് ഇതിലെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഇടത് ഭാഗത്തുണ്ടെന്ന് പറഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിലെ അല്പം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലോഗിൻസ് ആൻഡ് പാസ്വേഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ലോഗിൻസ് ആൻഡ് പാസ്വേഡ്സ്. അപ്പൊ അവിടെ നിങ്ങളുടെയൊക്കെ ബ്രൗസറിൽ ഇവിടെ ഒരു ടിക്ക് കാണും. എന്താണ് ആ ടിക്കിന്റെ ഉദ്ദേശം? ആസ്ക് ടു സേവ് ലോഗിൻസ് ആൻഡ് പാസ്വേഡ്സ് ഫോർ വെബ്സൈറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ പാസ്വേഡും പിന്നെ ലോഗിൻ ഐ ഡി ഒക്കെ കൊടുത്ത് കയറേണ്ട വെബ്സൈറ്റ്, സ്പാർക്ക് ആയാലും ശരി, ഇമെയിൽ ആയാലും ശരി, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഈ ഒരു വിൻഡോ വരും. വിൻഡോ വന്നിട്ട് ചോദിക്കും പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യല്? സാധാരണ അതിൽ ക്യാൻസൽ പറഞ്ഞിട്ടാണ് ചെയ്യുക. കാരണം നമ്മൾ പാസ്വേഡ് സേവ് ചെയ്യുന്നത് യുക്തിയല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അത് ആ ചോദ്യം തന്നെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. നമുക്ക് ഒരിക്കലും പാസ്വേഡ് സേവ് ചെയ്യേണ്ട കാര്യമില്ല, അത് സേവ് ചെയ്യാനും പാടില്ല. പാസ്വേഡ് എവിടെയാണ് ഏറ്റവും സുരക്ഷിതമായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നത്?
നിങ്ങളുടെ ഏതെങ്കിലും ഡയറിയിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പുസ്തകത്തിലാണോ? അവിടെ ഒന്നുമല്ല, നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ പാസ്വേഡ് മനസ്സിൽ തന്നെ ഓർമ്മിക്കാനാണ് പലപ്പോഴും ശ്രമിക്കേണ്ടത്. ഇനി ഓർമ്മിപ്പിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സേഫ് ആയിട്ട് വരെയെങ്കിലും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ടിക്ക് മാർക്ക് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പൊ നിങ്ങളെ ബ്രൗസറിൽ ഇതിൽ പോയിട്ട് ഒഴിവാക്കി. അത് എവിടെയാണുള്ളത്? പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. അപ്പൊ ഇത്രയും ഒരു ബ്രൗസറിന്റെ സെക്യൂരിറ്റി, ഇത്രയും മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുക. വേറെ ഒന്നും നിങ്ങളിപ്പോ പറയുന്നില്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് പിന്നീട് കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ സ്പാർക്കിലേക്ക് പോകും. അപ്പോൾ സ്പാർക്കിലേക്ക് പോകാൻ നമുക്കറിയാം, spark.gov.in ആണ് നമ്മൾ അതിന്റെ ഫുൾ ഫോം. /web സ്പാർക്ക് എന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് ലോഗിൻ വിൻഡോയിലേക്ക് വരും. ഇനി അതല്ല, spark.gov.in എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്ക്രീനിലേക്കാണ് വരിക. ഈ സ്ക്രീനിൽ നമുക്ക് ലോഗിൻ സ്പാർക്ക് എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തിലേക്ക് വരും? ഇതാണ് നമ്മൾ. അല്ലെങ്കിൽ /web സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും. എല്ലാം കുഴപ്പമൊന്നുമില്ല. ഇനി അവിടെ വെച്ചിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്താൽ ഓക്കെ. ഇങ്ങനെ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് എന്താ ചെയ്യുക? ഉടനെ യൂസർ കോഡ് അടിച്ച് പാസ്വേഡ് അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ ഒരൊറ്റ ഓട്ടാണ് അല്ലെ? അങ്ങനെ ചെയ്യരുത്. ഇതുപോലുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ നോക്കുമ്പോൾ നോക്കാം. അതിന്റെ ഇടത് ഭാഗത്ത് എന്തൊക്കെയാണുള്ളത്? ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് സഹായം വല്ലതും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നീഡ് ഹെൽപ്പ്. അതിൽ 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് മെയിൽ ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് ചാറ്റ് ഓപ്ഷൻസ് ഉണ്ട്. രണ്ടും ഇപ്പം ലൈവ് ആവുന്നില്ല, അതുകൊണ്ട് അത് പ്രയോജനം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല. ഓക്കെ, അത് വരാം. പക്ഷെ അതിന്റെ അടിയിൽ ഒരു നോട്ടീസ് ബോർഡ് എന്ന് പറയുന്ന ഒരു വിഭാഗം കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒരാൾ ഇങ്ങനെ കയറി പോകുന്നതൊക്കെ ടെക്സ്റ്റ് ഇങ്ങനെ പോകുന്നതാണ്. നിങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, അത് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ അത് എനിക്ക് വേണ്ടപ്പെട്ട കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നോക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ നോട്ടീസ് ബോർഡിൽ നമുക്ക് ആവശ്യമായ പ്രധാന വിവരങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പൊ ഈ സബ്മിഷൻ എന്ന് പറയുന്ന ഒരു വർക്ക് 16-ാം തീയതി വരെ പറ്റില്ല എന്ന് അവരവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കാതെ ആദ്യത്തെ നോട്ടീസ് തന്നെയാണ് ഡ്യൂ ടു ട്രഷറി സെർവർ അപ്ഗ്രേഡേഷൻ, ട്രഷറി കണക്റ്റഡ് സർവീസസ് ഈ സഫിഷ്യന്റ് എൻകാഷ്മെന്റ് ഡീറ്റെയിൽസ് വിൽ ബി ഡിസ്ട്രപ്റ്റഡ് ടിൽ 16. അപ്പൊ ഈ ഒരു കാര്യം അറിയാതെ നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്ത് ഈ സബ്മിഷന് വേണ്ടി നമ്മളിങ്ങനെ ശ്രമിക്കും, നമുക്കത് കിട്ടില്ല. നമ്മൾ കുറെ ശ്രമിച്ച് കിട്ടാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറെ ആളോട് വിളിക്കും, അല്ല അപ്പുറത്തേക്ക് വിളിക്കും, അല്ലെങ്കിൽ പിന്നെ കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെറുതെ നമ്മുടെ സമയം ഇങ്ങനെ പോകും. അതിന് അത് ആരോടും പറയുന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വന്നു നോക്കും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ ഒരു പോകും. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ നോട്ടീസ് ബോർഡിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഒരു 4, 5, 6 നോട്ടീസുകളുണ്ട്. അതെല്ലാം നിങ്ങൾ ഒന്ന് ശരിക്കും വായിച്ചു നോക്കുക. എല്ലാം നമുക്ക് ആവശ്യപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. ഇടയ്ക്ക് ചില ട്യൂട്ടോറിയലും കാണാം. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ട്യൂട്ടോറിയലും നമുക്ക് സ്പാർക്കിന്റെ ട്യൂട്ടോറിയൽ നല്ല ഗംഭീര ട്യൂട്ടോറിയലാണ്, അത് നമുക്ക് കാണാം. അപ്പൊ നോട്ടീസ് ബോർഡ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം അറിയിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നോട്ടീസ് ബോർഡിന്റെ പ്രാധാന്യം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ യൂസർ കോഡും പാസ്വേഡും അടിച്ചിട്ട് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് അതിന്റെ അടിഭാഗത്തുള്ള, കാരണം ഇപ്പൊ പറഞ്ഞാലല്ലേ ഇത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കാണില്ല. അതിന്റെ അടിയിൽ ഒരു 3 ലിങ്ക് കാണാം. ഫോർഗോട്ട് പാസ്വേഡ്. ഇത് എന്തിനാണ്? ഇത് നമ്മുടെ പാസ്വേഡ് നമുക്ക് മറന്നുപോയി, ഒരു കാര്യത്തിൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ലിങ്കാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ DMU-ന് അല്ലെങ്കിൽ അങ്ങോട്ട് മെയിൽ ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കിട്ടിയത്. ഓർക്കുന്നുണ്ടാവും, കുറേ കാലങ്ങൾക്കൊക്കെ മുമ്പ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് പാസ്വേഡ് spark 1 2 3 എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നതായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പൊ അതെല്ലാം ഒഴിവാക്കി നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മളോട് പാസ്വേഡ് മറന്നു പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് പാസ്വേഡ് മറന്നുപോയി എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുന്നു. ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മുടെ പെന്ന് മീൻസ് നമ്മളെ DDOയുടെ പെന്നാണ്. അപ്പൊ ഞാൻ DDOയുടെ പെന്ന് കൊടുക്കുന്നു. ഈ DDOയുടെ പെന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ DDOയുടെ പെന്ന് ഞാൻ അറിയാലോ, AE ഓഫീസിൽ നമ്മുടെ ഇത്തരം സ്പാർക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് സീനിയർ സൂപ്രണ്ടാണ്. അപ്പോൾ എൻ്റെ ഓഫീസിലെ ലോഗിൻ ID ഞാൻ വാങ്ങിയിട്ടില്ല. അത് വാങ്ങുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് ലോഗിൻ ചെയ്ത് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതല്ലാതെ നമ്മളത് വാങ്ങുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ആ ലോഗിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം മുസക്രമാഷോട് പറഞ്ഞു. സാറാണ് അത് എനിക്ക് സാറിൻ്റെ പെന്ന് തന്നത്. കൊടുക്കാൻ പാടില്ല, പക്ഷെ നമുക്ക് ഒരു ട്രെയിനിങ് പർപ്പസ് എന്നുള്ള രീതിയിൽ എന്നെ വിശ്വസിച്ചിട്ട് തന്നതാണ്.
അപ്പം ഞാൻ ആ മുസ്ലിം മാഷിൻ്റെ സ്കൂളിൻ്റെ വീഡിയോ മുസ്ലിം മാഷിൻ്റെ പെന്നാണ് അത് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെയുള്ള വിൻഡോ വന്നിട്ടില്ല. നിങ്ങൾ ടാബ് കീ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി വരും. അതിൽ മുസ്ലിം മാഷിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും മുസ്ലിം മാഷിൻ്റെ ഇമെയിൽ ID നമ്മൾ ചോദിക്കും. അങ്ങനെ ഇമെയിൽ ID ചോദിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ പാസ്വേഡ് വരുമോ? ഇല്ല. ഉടനെ മൊബൈൽ നമ്പർ ചോദിക്കും. അങ്ങനെ മൊബൈൽ നമ്പറും കൂടി കൊടുത്തിട്ട് നമ്മൾ പിന്നെ കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അപ്പോൾ സെൻഡ് OTP ഉണ്ട്. അപ്പോൾ അതടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് കയറുന്നത്. അപ്പോൾ കയറുമ്പോൾ നമുക്ക് പാസ്വേഡ് ഉണ്ടാവും. പാസ്വേഡ് പുതിയൊരു സ്ക്രീനിലേക്കാണ് വരിക. അവിടെ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ, ന്യൂ പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യണം. പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ഈ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നത്? 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കീ സ്ട്രോക്കുകളിൽ നിന്ന് എറേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒരു കീ മനഃപൂർവ്വം A എന്ന് പറയുന്ന കീക്ക് പകരം അറിയാതെ നമ്മൾ S അങ്ങനെ അമർത്തി പോയെങ്കിൽ അറിയാതെ ഒരൊറ്റ തവണയാണെങ്കിൽ നമുക്കത് പാസ്വേഡ് അങ്ങനെ ആവുകയും ഒരു കാലത്തും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കിട്ടുകയില്ല, നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം എറർ വരില്ലല്ലോ കീ സ്ട്രോക്ക്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പ്രാവശ്യം നമ്മളെ കൊണ്ട് ടൈപ്പ് ചെയ്യിക്കുന്നത്. നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഈ വിൻഡോയിൽ ഡേറ്റ് ഓഫ് ബർത്തും ഇമെയിൽ അഡ്രസ്സും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല കാരണം സാറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഇമെയിൽ അഡ്രസ്സും ഒന്നും എനിക്ക് അറിയില്ല, പെൻ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് മൊബൈൽ നമ്പർ ചോദിക്കും. ആ സാറിൻ്റെ മൊബൈൽ നമ്പറാണ്. അതിൽ അത് കൊടുത്ത് അതിലൊരു OTP സെൻഡ് OTP കൊടുക്കണം. അപ്പോൾ OTP കൊടുക്കുമ്പോൾ OTP അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ വരും. ആ OTP അവിടെ താഴെ ചേർത്തിട്ട് വെരിഫൈ OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് കറക്റ്റ് ആണെങ്കിൽ, ഇത് കറക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് കറക്റ്റ് ആവുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സാറിൻ്റെ ആ പേഴ്സണൽ ഡീറ്റെയിൽസിൽ സാറിൻ്റെ ഈ പെന്നിൽ കറക്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും ഇമെയിൽ ID ഫോൺ നമ്പറും എല്ലാം കൃത്യമാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഇത് എല്ലാം നടക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ വീഡിയോ ലോഗിനിൽ കയറി ഇനിയെങ്കിലും കയറി നോക്കുക. നിങ്ങളുടെ അവിടെ കിടക്കുന്ന ഇമെയിൽ ഐഡികളും നിങ്ങളുടെ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഫോൺ നമ്പറും എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അത് നമ്മൾ അടുത്ത സെഷനിൽ പ്രമോദ് മാഷ് എടുക്കുന്ന സെഷനിൽ ആ വിഭാഗം വരുന്നത് ആ സർവീസ് മാറ്റേഴ്സിലാണ്. ആ മാറ്റേഴ്സിൽ സാർ അത് അവിടെ വെച്ച് വരുമ്പോൾ അത് കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പം എല്ലാവരുടെയും നോക്കണം, പക്ഷെ പ്രത്യേകിച്ച് നിങ്ങളത് എന്തായാലും നോക്കണം. കാരണം നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ ഇതാണ് നമുക്കൊരു മാർഗം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇനി അടുത്തത് ഇതിൻ്റെ അടിയിൽ കാണുന്ന ഒരു ലിങ്കാണ്, നോട്ട് രജിസ്റ്റേർഡ് യൂസർ രജിസ്റ്റർ നോ. ഇതെന്തോ കഴിഞ്ഞാൽ സ്പാർക്കിൽ ഒരു പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട്. ഏതൊരു ജീവനക്കാരനും സ്പാർക്കിൽ അവൻ്റെതായ ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ലോഗിൻ ID DDOയുടെ ലോഗിൻ ID അല്ല കൺട്രോളിംഗ് ഓഫീസറുടെ ID, ഇത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവന്റെ ഒരു സർവീസ് കാര്യങ്ങളും ഒരു ജീവനക്കാരന്റെ സർവീസ് കാര്യങ്ങളും അറിയാൻ വേണ്ടി പുതുതായി വന്ന ഒരു സംവിധാനമാണ് നോട്ട് ഈ ലിങ്ക്. ഈ ലിങ്കിലൂടെ നമുക്ക് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാം. അതിപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം? അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു പേജാണ് ഇത് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ പേജിൽ ആവശ്യമായ വിവരങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. പിന്നെ സർവീസ് ബുക്കിലുള്ള ആ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് പോയി നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നല്ല കൃത്യമായി വെക്കേണ്ടതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ കീഴിലുള്ള എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് കറക്റ്റാക്കി നമ്മൾ വെക്കണം, പേഴ്സണൽ ഡീറ്റെയിൽസ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു പാസ്വേഡ്, വെറുതെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഈ പാസ്വേഡ് ആയിരിക്കില്ല, നമുക്ക് പിന്നീട് അത് വീണ്ടും മാറ്റാൻ പറയും. അപ്പോൾ ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, ഇത് വെരിഫൈ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു OTP വരും. ആ OTP ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ, അതായത് നമ്മളിവിടെ കൊടുക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും ആധാർ നമ്പറും മൊബൈൽ നമ്പറും ഇമെയിൽ ID എല്ലാം കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ നേരത്തെ കൊടുത്ത കറക്റ്റ് ആണെങ്കിൽ നമുക്കൊരു അത് കഴിഞ്ഞ് OTP കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ വിൻഡോയിലേക്ക് വരും. അവിടെ നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഈ പാസ്വേഡ് അല്ല, വേറൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. ആ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശമ്പളവും ലീവും അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം വായിക്കാം എന്നല്ല, അത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. റീഡ് ഓൺലി മോഡിലായിരിക്കും എല്ലാം. മിക്കവാറും ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും കിട്ടില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്താണ് നമ്മുടെ ശമ്പളങ്ങൾ, നമ്മുടെ സർവീസ് ഹിസ്റ്ററി.
ഇതിനാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അത് ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി പുതുതായിട്ട് നമ്മളൊരു യൂസർ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ സ്റ്റാഫിനോടൊക്കെ പറയാം, നിങ്ങളൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണെന്ന് നോക്കണേ, ഇല്ലെങ്കിൽ അവർ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കും. അടുത്തത് മൂന്നാമത്തത് സബ്മിറ്റ് കംപ്ലൈൻറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. ഇതെന്താണ്? കംപ്ലൈൻറ്റും ഗ്രീവൻസസും നമ്മുടെ പരാതിയും ആവലാതികളും ഒക്കെ ബോധിക്കും. ഇത് ആർക്കാണ്? ഇത് നിങ്ങളുടെ ഓഫീസറിന്, നിങ്ങളുടെ കീഴിലുള്ള ജീവനക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കാൻ സ്പാർക്കിലേക്കല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. നിങ്ങളുടെ കീഴിലെ ജീവനക്കാർക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ, ഇപ്പം ഈ മാസം ശമ്പളം കിട്ടിയിട്ടില്ലല്ലോ സാർ എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത മാസം എൻ്റെ ഇൻക്രിമെൻ്റ് ആണ് സാർ വാങ്ങിക്കണേ എന്ന് പറയുന്ന ഒരു നിർദ്ദേശമോ മറ്റോ നിങ്ങൾക്ക് തരണം തോന്നുകയാണെങ്കിൽ ഈ തരാം. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പെന്ന് അടിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പെന്ന് ആണ് ഞാനിവിടെ അടിക്കുന്നത്, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുകയാണ്. അപ്പോൾ മൊബൈൽ നമ്പറും കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ സബ്മിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ കംപ്ലൈൻറ്റും ഗ്രീവൻസസും നമുക്ക് സമർപ്പിക്കാനുള്ള പേജിലേക്ക് എത്തും. അതിൽ കംപ്ലൈൻറ്റ് നമ്പറോ മറ്റോ ഇടണമെങ്കിൽ ഇടാം. കംപ്ലൈൻറ്റ് നമ്പർ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. സബ്ജക്റ്റ് കൊടുത്തു. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, അപ്പം നമുക്ക് ഇൻക്രിമെൻറ്റ് നെക്സ്റ്റ് മന്ത് ആണ്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഇൻക്രിമെൻറ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബോക്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആർക്കാണ് പോകുകയെന്ന് അറിയുമോ? ഈ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് വരും. ഇതിപ്പോൾ എൻ്റെ SS-ൻ്റെ നമ്പറാണ്. കാരണം എൻ്റെ ഈ പെന്ന്, ഞാൻ നേരത്തെ പെന്ന് കൊടുത്തല്ലോ, ആ പെന്ന് ഈ DDOയുടെ കീഴിലാണ്. അതുകൊണ്ട് ആ DDOയ്ക്കാണ് പോകും. നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫ് അല്ല, നിങ്ങളുടെ സ്കൂളിലെ സ്റ്റാഫാണ് അടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേര് ഇങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആ 3 ലിങ്കും നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ 3 ലിങ്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഫോർവേഡ് പാസ്വേഡ് നമ്മുടെ പാസ്വേഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. നോട്ട് രജിസ്റ്റേർഡ് യൂസർ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങൾക്കൊരു യൂസർ, അവർക്ക് സ്വന്തമായിട്ടൊരു യൂസർ ക്രിയേറ്റ് ചെയ്യാം, അവരുടെ ശമ്പളവും ലീവും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത് 3 മനസ്സിലായി. ഇടത് ഭാഗത്തുള്ള നോട്ടീസും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് കയറാം. അപ്പോൾ അവിടെ നമ്മളെ യൂസർ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ കോഡാണ്, നമുക്കറിയാമല്ലോ, നിങ്ങളുടെ DDO കോഡാണ്. പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നു. ഇതിനിടയിൽ ഒരു ക്യാപ്ച എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അല്ലേ? ഈ ക്യാരക്ടേഴ്സ് ഇതേപോലെ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ക്യാരക്ടേഴ്സിൽ 1, 3, 2, 1, 6 എന്നാണ് കാണുന്നത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. എൻ്റെ സഭയിൽ ഇത് എന്തിനാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്പാർക്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ കയറി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ. ആവശ്യമുള്ളവർ മാത്രമല്ലേ ഇതിനകത്ത് കയറാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടായ ഒരു ചെറിയൊരു വാലിഡേഷനാണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ വേണമെങ്കിൽ, സോഫ്റ്റ്വെയർ വിദഗ്ധന്മാർക്ക് വേണമെങ്കിൽ വെറുതെ ഒരു യൂസർ കോഡും പാസ്വേഡ് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ, അവർക്ക് വേണമെങ്കിൽ വെറുതെ ഫോൾസ് ആയിട്ട് നമുക്ക് ഒരു തിരക്കുണ്ടാക്കുക സ്പാർക്കിൽ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ സൈബർ ക്രൈംസ് പെടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് റിക്വസ്റ്റുകൾ കൊടുത്ത് സെർവറിനെ ബിസിയാക്കുക, എന്നിട്ട് നമുക്ക് യഥാർത്ഥ ഉപയോക്താക്കൾക്ക് കിട്ടാതെ വരിക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചിലർ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്ച. ഒരു സോഫ്റ്റ്വെയറിന് ഇത് ഒരു ഇമേജാണ് തരും. ഈ ഇമേജിൽ നിന്ന് ഓരോ ക്യാരക്ടറും എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് ഒരു സോഫ്റ്റ്വെയറിനെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, അവർക്കാവില്ല. ഇതിപ്പോൾ ഇതൊരു മനുഷ്യന് മാത്രമേ ഇത് 13216 എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു വാലിഡേഷൻ അവിടെ വെച്ചിട്ട് തന്നെ പറയാമായിരുന്നു. ഇതിൻ്റെ ഒരു വാലിഡേഷൻ ഒന്നും കൂടെ അടുത്ത ദിവസം വരും, താമസിക്കാതെ വരുന്നുണ്ട്. ഇനി നമുക്കിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ കാർഡ് ഉണ്ടല്ലോ, DSC. ഈ DSC നിങ്ങളിപ്പോൾ ഈ സബ്മിഷന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ താമസിക്കാതെ തന്നെ ആ DSC ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു വാലിഡേഷൻ കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്പാർക്കിൽ വേണ്ടാതെ ആരെങ്കിലും ഒക്കെ നുഴഞ്ഞു കയറുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി മെഷറായിട്ട് വരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ DSC എന്ന് പറയുന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ആരെയും ഏൽപ്പിക്കരുത്. അതാണ് നിങ്ങളുടെ അവസാനത്തെ താക്കോല്. അതും നിങ്ങൾ അവരാർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ, ഇപ്പൊ ഈ സബ്മിഷനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതൊക്കെ നമുക്ക് ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതെല്ലാം പരിചിതമാവും. പിന്നെ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതുവരെ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ അവർ കൊടുക്കാൻ പാടുള്ളൂ. ആ DSC ഉപയോഗിക്കേണ്ട കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങൾ തന്നെ ആണ് ചെയ്യേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ ഇത് ട്രെയിനിങ്ങും ഇതോടുകൂടി നിങ്ങൾ തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലേക്ക് പോകണം. അപ്പൊ നമ്മുടെ ഈ മെനുവില് നമ്മളിപ്പോ എങ്ങനെയാണ് ഇതിപ്പോ ഒരു നിങ്ങളുടെ ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മെനു വഴി അങ്ങ് കൊടുക്കാം എന്നുള്ളത്. കാരണം നമുക്കൊരു മൊഡ്യൂളൊക്കെ എഴുതണമെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും. കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചുകൊണ്ട് അപ്പോൾ ഇത് മെനു വഴി കൊടുക്കാം. മെനു വഴി കൊടുക്കുമ്പോൾ വേറെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മെനുവും ഇന്റർലിങ്ക്ഡ് ആണ്. ഇവിടുന്ന് ഇവിടത്തേക്കും ഒക്കെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊരു വാട്ടർ ടൈറ്റ് ആയിട്ട് നമുക്കിത് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും സൗകര്യത്തിന് വേണ്ടി, ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഓരോ മെനു ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മെനു ആണ്. കുറഞ്ഞ മെനുകൾ, കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. അതുകൊണ്ട് അത് പെട്ടെന്ന് തീരും. നാളെ പ്രമോദ് മാഷ് സർവീസ് മാറ്റേഴ്സ് ആണ് ഡീൽ ചെയ്യുക. സർവീസ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഒരു ക്ലാസ് കൊണ്ട് ഡീൽ ചെയ്യാൻ ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2-3 ക്ലാസ്സിലായിരിക്കും ഈ സർവീസ് മാറ്റേഴ്സ് ഡീൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാലറി മാറ്റേഴ്സ്. അപ്പോൾ നമ്മൾ സ്പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആലോചിക്കുന്നത് സാലറി ആയിട്ട്, സാലറിക്കുള്ള സാധനമാണെന്നാണ് നമ്മൾ ഒരു കാരണം. അതല്ല, നമ്മുടെ ഒരു ജീവനക്കാരൻ്റെ എല്ലാ സർവീസുകാരും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്പാർക്ക്. അത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സാലറി മാറ്റേഴ്സ് നമ്മൾ ഇതേപോലെ തന്നെ 2-3 സെഷൻസിലായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുക. അത് കഴിഞ്ഞ് ഇൻകം ടാക്സും അക്കൗണ്ട്സും ക്വറീസും, ഇത് പിന്നെ ക്വറീസും ഞാൻ ഇന്ന് കുറച്ച് ഡീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട്സും ഇൻകം ടാക്സും ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ അത് വേണമെങ്കിൽ ഒരു പ്രത്യേക സെഷനായിട്ട് വെക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു 5, 8, 9 ക്ലാസ്സുകളിലായിട്ട് ഈ സ്പാർക്ക് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ബീംസിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാന്. അപ്പോൾ നടക്കുമായിരിക്കും. കാരണം ഒന്നാമത് നിങ്ങളുടെ താല്പര്യമാണ് ഞങ്ങൾക്കുള്ള ഊർജം. ഒരുപാട് പേര് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ അഡ്മിനിസ്ട്രേഷനിലെ ആദ്യത്തെ മെനു എന്ന് പറയുന്നത് ഓതറൈസേഷനാണ്. അപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. അപ്പം നമുക്ക് കാർ ഓടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കാറിന്റെ മെക്കാനിസം നമുക്ക് അറിയില്ല. അതുപോലെ അറിയണമെന്നുമില്ല. നമുക്ക് കാർ ഓടിക്കാൻ അതിന്റെ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിപ്പോ സ്പാർക്ക് ഇപ്പോൾ തൽക്കാലം കൈകാര്യം ചെയ്യാൻ ഇതൊന്നും അറിയണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നുള്ളത് കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി പോവാം. അപ്പോൾ ആദ്യത്തെ ഓതറൈസേഷൻ എന്ന് പറയുന്നത്, ഈ ഓതറൈസേഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചങ്ങോട്ട് അടുത്തായതുകൊണ്ട് നിങ്ങളെല്ലാം കാണുന്നുണ്ടോ നോക്കുക അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ഓരോന്നിന്റെയും ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൺട്രോൾ ഓഫ് സ്പാർക്ക്, DDO എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഓരോ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. BCD എന്നൊക്കെ പറഞ്ഞിട്ട് ബിയിലാണ് തുടങ്ങുന്നത്. അതൊരു ക്രമമായിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. BCD, FDHI ഇതെല്ലാം നമുക്ക് ഓരോരോ ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓതറൈസേഷൻ അല്ലെങ്കിൽ മറ്റൊരു വാക്ക് പറഞ്ഞാൽ പ്രിവിലേജസ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് സാധാരണ നിങ്ങൾ DDO ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജസ് സാധാരണഗതിയിൽ ഒരു DEP എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളല്ലേ. D മീൻസ് എന്താണ്? DDO യൂസറാണ്. E മീൻസ് എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് അഡ്മിൻ യൂസറാണ്. അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ P എന്താണ്? ലീവ് പ്രോസസ്സിംഗ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രിവിലേജസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടുള്ള അതല്ല എന്തൊക്കെയാണത്. ഇതൊരു പേജ് അല്ല, 2 പേജ് ഉണ്ട്. രണ്ടാമത്തെ പേജിൽ സെറ്റും കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെയുള്ള ചില ഓതറൈസേഷൻസ് നിങ്ങൾ ആൾക്കാരുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പേജാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പാർക്ക് ചെയ്യുന്നത്. നമുക്ക് വരുന്നുണ്ട് കൂട്ടത്തിൽ നമ്മൾ അവരുടെ സ്പാർക്ക്. അപ്പൊ അവർക്കൊരു അവരവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, സ്പാർക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ലെവലിലുള്ള ഓഫീസേഴ്സും അല്ലെങ്കിൽ പല ലെവലിലുള്ള ഓഫീസുകൾക്കും ഉള്ള പ്രിവിലേജുകളാണ്. ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്പാർക്കിന്റെ അഡ്മിനാണ്. അപ്പൊ സ്റ്റേറ്റ് അഡ്മിന് എല്ലാ പ്രിവിലേജും ഉണ്ടാവും. എന്തും ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട്. താഴെയുള്ളവർക്ക് അത്ര ഉണ്ടാവില്ല. അങ്ങനെ വരും. അപ്പൊ നമ്മള് ഡിസ്ട്രിക്റ്റിലൊരു DMU ഉണ്ട്,
അദ്ദേഹത്തിന് കുറച്ച് പ്രിവിലേജസ് ഉണ്ട്, നമുക്ക് ഇല്ലാത്ത തരത്തിലുള്ള പ്രിവിലേജസ് നമ്മുടെ DDO ആക്കാനുള്ള പ്രിവിലേജ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, അപ്പൊ അതിന് വേണ്ടിയുള്ള കോഡുകളാണ്, അതാണ് അതിന്റെ കാര്യം എന്ന് മനസ്സിലാക്കി. അടുത്തത് എന്താണ്? കോഡ് മാസ്റ്റേഴ്സ്. ഈ കോഡ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പാർക്കിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കോഡ് വെച്ചിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, നമ്മളെ ഡിഡക്ഷൻസ് നമുക്ക് സ്പാർക്കിൽ വരുന്നതാണ് ഈ ഡിഡക്ഷൻസ്. ഇപ്പൊ ഈ ഡിഡക്ഷൻസ് പല തരത്തിലുള്ള ഡിഡക്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് അറിയുന്ന ഡിഡക്ഷൻസ് GPF, SLI, LIC ഒക്കെയാണ്. അപ്പോൾ അല്ലാത്ത കുറേ സാധനം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, CMDRF എന്ന് പറയുന്ന ഒരു ഡിഡക്ഷൻ. അതിന്റെ കോഡ് എത്രയാണെന്ന് നോക്കുമ്പോൾ നമ്മൾ 446 ആണ്. എന്നാൽ CMDRF ഫ്ലഡ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് മുമ്പ് നമ്മളോട് പിടിച്ചിരുന്നു അല്ലെ, അത് 447 ആണ്. അപ്പൊ ഇങ്ങനെ ഓരോരോ കോഡ് ഇട്ടിട്ട് ഓരോരോ ഐറ്റത്തിന് ഓരോ കോഡ് അവർ കൊടുത്തിട്ടുണ്ട്. ആ കോഡാണ് നമ്മൾ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഡിഡക്ഷൻസിന്റെ കോഡാണ്. അപ്പൊ നമുക്കൊരു GPFന്റെ കോഡ് എന്താണെന്ന് വെറുതെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ GPF എന്ന് പറഞ്ഞിട്ട് ഞാൻ മുകളിൽ സെർച്ച് ചെയ്തപ്പോൾ GPFന്റെ കോഡ് പറയുന്നത് 701 ആണ്. അപ്പൊ ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല, പക്ഷെ ഇത് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്ക് ഇത് വളരെ സൗകര്യമായിരിക്കും. അപ്പൊ നിങ്ങളുടെ GPFന്റെ കോഡ് 701 ആണ്. അപ്പൊ 701 ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കായിരിക്കും അത് പോവുക. അത് അവർക്കുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി, പ്രോഗ്രാമിങ്ങിന് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കോഡ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്. അത് തൽക്കാലം ഞാൻ മനസ്സിലാക്കി വെച്ചാൽ മതി, ഇതാണ് സംഭവം എന്ന് വെച്ചാൽ. അത് നമുക്ക് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അടുത്തത് നമ്മൾ സ്ലാബ്സ് ആൻഡ് റേറ്റ്സ്. ഈ സ്ലാബ്സ് ആൻഡ് റേറ്റ്സ് പല സ്ലാബുകളുണ്ട്. IT സ്ലാബ് ഉണ്ട്, പ്രൊഫഷണൽ ടാക്സ് സ്ലാബ് ഉണ്ട്. ഇപ്പൊ പ്രൊഫഷണൽ ടാക്സ് സ്ലാബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പൊ പറയുന്നത് നമുക്ക് യു ആർ നോട്ട് ഓതറൈസ്ഡ്, അപ്പൊ അത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് നമുക്ക് അധികാരമില്ല എന്ന് പറയും. നമുക്ക് വേറെ നോക്കാം, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. അപ്പൊ അതിൽ നമ്മൾ പറയുന്നു സിറ്റീസ് നമുക്ക് ആരാണ്, ഇപ്പൊ നമുക്ക് സാധാരണ ഒരു സ്റ്റേറ്റ് സബോർഡിനേറ്റിന് എത്രയാണ് കിട്ടുക നോക്കാം. CCA എത്ര കിട്ടും എന്നുള്ളത്. ഇപ്പൊ CCA ഇല്ലല്ലോ, ഇത് പണ്ടത്തെ മുമ്പുള്ളതാണ്. അപ്പൊ 1/3/21 0 ആണ്, കണ്ടില്ലേ? CCA റേറ്റ് 0 ആക്കി വെച്ചിട്ടുണ്ട്. 1/3/21 ശേഷം നമുക്ക് CCA ഇല്ല. അതുകൊണ്ടാണ് ആ CCA എന്ത് ചെയ്യുന്നത് 0 ആയിട്ട് അവിടെ പ്രിന്റ് ചെയ്യുന്നത്. നോക്കിയിട്ടാണ് ഈ ടേബിളിൽ നോക്കിയിട്ടായിരിക്കും നമ്മുടെ പ്രസന്റ് സാലറിയിൽ നമുക്ക് ഓരോ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പോൾ വേറെ ഒന്ന് ഞാൻ നോക്കിത്തരാം. DNS അലവൻസ്. അതിൽ നമുക്ക് ഒരു സാധാരണ ഒരു സർവീസ് കാറ്റഗറി സ്റ്റേറ്റ് സബോർഡിനേറ്റിന് എന്തായിരിക്കും നമ്മളുടെ DA 1720 മുതൽ 1/3/21 എഫക്ട് ഫ്രം എത്രയുണ്ട് 36%. അത് പിന്നെ ആ കാര്യങ്ങളൊക്കെ ഏത് ഓർഡർ പ്രകാരമാണ് ഉള്ളത്. ഈ പുതിയ ആൾക്കാർക്ക് എത്രയാണ് 7% DA എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൃത്യമായിട്ട് നമ്മൾ ഈ ബേസിക് പേ വരെയുള്ള. അപ്പൊ ഇതിന്റെ ഒരു DAയുടെ ഒരു ടേബിൾ ആണിത്. ഇതൊന്നും നമുക്ക് സത്യത്തിൽ നമുക്ക് പിന്നെ ആവശ്യമില്ല, എന്നാലും നിങ്ങൾ മെനു അവിടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇത് എന്തിനാണുള്ളതെന്ന്. അത് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ 3 മെനു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തത് നോക്കാം നമുക്ക് സ്പെഷ്യൽ TSB അക്കൗണ്ട് ഓഫ് DDO. നമുക്കറിയാം നമുക്ക് DDOയ്ക്ക് ഒരു സ്പെഷ്യൽ TSB ഉണ്ട് അല്ലെ. അപ്പൊ TSB അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക TSB അക്കൗണ്ട് എന്താണ്. ശരിയായിരിക്കും, മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ സാറിന്റെ മുസ്ലിം മാഷിന്റെ GVHS കൈപ്പറ്റൂരിന്റെ അത് ട്രഷറി ജില്ലാ ട്രഷറി പത്തനംതിട്ടയാണ് സാറിന്റെ DDO കോഡ്. അപ്പൊ അവിടെ നമുക്കൊരു TSB അക്കൗണ്ട് വന്നിട്ടുണ്ടാവും. TSB അക്കൗണ്ട് 705011 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് നമ്മൾ സാധാരണ ഈ സ്പെഷ്യൽ TSB അക്കൗണ്ട് ജനറേറ്റ് ആവുന്നത് ഒരു 15 അക്ക നമ്പറാണ്. അതിൽ ആദ്യത്തെ അക്ക എപ്പോഴും 7 ആയിരിക്കും. 7 അത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വരുന്ന 4 അക്കം എന്ന് പറയുന്നത് ട്രഷറിയുടെ കോഡുകളാണ്. അപ്പൊ ഇവിടെ 4 അക്കം എന്ന് പറഞ്ഞാൽ 0501 ആണ്. അപ്പൊ 501 ആയിരിക്കും അവിടുത്തെ ട്രഷറിയുടെ കോഡ്. അപ്പൊ 4 അക്കം വരാൻ വേണ്ടി മുന്നിൽ 0 ചേർത്താൻ. പിന്നെ വരുന്ന 14 അക്കങ്ങൾ പിന്നെ വരുന്നത് 14 എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ ആദ്യത്തെ 7 പിന്നെ വരുന്ന ഒരു 14 കോമൺ ആണ്. അതിനുശേഷമാണ് നിങ്ങളുടെ ഇത് വരുന്നത് കോഡ് വരുന്നത്. അപ്പൊ 0000 അങ്ങനെ ഒരു 8 അക്കത്തിലായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാവും. ഈ അക്കൗണ്ട് തന്നെ അല്ലേ നോക്കുക. ഇനി അക്കൗണ്ട് അല്ലെങ്കിൽ ആ അക്കൗണ്ട് ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി, വേണ്ടി വരില്ല. അതെല്ലാം കറക്റ്റ് ആയിരിക്കും. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്പെഷ്യൽ TSB അക്കൗണ്ടിലേക്ക് പണമൊന്നും വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അക്കൗണ്ട് തെറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ. അത് പറയാൻ വേണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇനി അടുത്ത എന്താണ് വ്യൂ ഗ്രീവൻസ് ഫ്രം
ഇങ്ങനെയാണ് മെനു. വ്യൂ ഗ്രീവൻസ് ഫ്രം എംപ്ലോയീസിന്റെ അടുത്ത് നിന്നും കിട്ടിയ ആവലാതികൾ അതെങ്ങനെ കിട്ടുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഓർക്കുക, ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ കണ്ടില്ലായിരുന്നു, രണ്ടാമത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന ക്യാപ്ചയുടെ അടിയിലായിട്ട് രണ്ടാമത് ഒന്നുണ്ടായിരുന്നു, സബ്മിറ്റ് ഗ്രീവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുണ്ടായിരുന്നില്ലേ, കംപ്ലൈൻസ് ഗ്രീവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരാൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരും. ആ കംപ്ലൈന്റ് നമ്പറും അതിന്റെ കംപ്ലൈന്റ് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവുന്നതാണ്. ആദ്യത്തെ കംപ്ലൈന്റ് ഒന്ന്. അപ്പൊ ഇതുവരെ ഈ സ്കൂളിൽ ആർക്കും ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആ പരാതികളൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാവും. അതിന്റെ സ്റ്റാറ്റസ് കാണാം, ഈ പെൻഡിങ് ആക്ഷൻ ടേക്കൺ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫയൽഡ് ബൈ ആരാണെന്നുള്ള ആക്ഷൻ ടേക്കൺ, എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതോടെ എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഇൻക്രിമെന്റ് കിട്ടിയില്ല സാർ, കഴിഞ്ഞ മാസമായിരുന്നു ഇൻക്രിമെന്റ്, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരാൾ കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ നമ്മളത് നോട്ട് ചെയ്തു, ആവശ്യമായ മാറ്റങ്ങൾ നമ്മൾ എന്തിൽ വരുത്തി, സ്പാർക്കിൽ വരുത്തി, ഒരു ഇൻക്രിമെന്റിന്റെ ഡേറ്റ് ഒക്കെ നോക്കി, ഓക്കെ അരിയർ എടുത്ത് കൊടുക്കുവോ മറ്റെന്താ ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് ആ ഫയൽ അവിടെ അങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അത്, വ്യൂ ഗ്രീവൻസ് ഫ്രം എംപ്ലോയീസ്. അടുത്തത് സബ്മിറ്റ് ഇഷ്യൂസ് കംപ്ലൈൻസ് ടു സ്പാർക്ക് ഹെൽപ്പ് ഡെസ്ക്. അതാണ് നമ്മൾ DDOs ഉപയോഗിക്കേണ്ട. നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു കംപ്ലൈന്റ് നമ്പർ, ഇവിടെ ഒരു കംപ്ലൈന്റ് നമ്പർ നേരത്തെ കൊടുത്തിട്ടുണ്ട്, കംപ്ലൈന്റ് നമ്പർ സ്പെല്ലിംഗ് കറക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു, അതുപോലെ നമുക്ക് ഇവിടെ സബ്ജക്റ്റും ഇത് ആർക്ക് ആദ്യം പോവാന്ന് വെച്ചാൽ സ്പാർക്കിന്റെ DMUനാണ് പോവുക. DMU ഡിസ്ട്രിക്ട് ട്രഷറി പത്തനംതിട്ടയാണ്. ആ കംപ്ലൈന്റ് നമ്മൾ പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ DMUന് പോവുകയും ആ DMU അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അദ്ദേഹം അവിടെ നിന്ന് ചെയ്യുകയും, അത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അദ്ദേഹം എന്ത് ചെയ്യും, സ്പാർക്കിലേക്ക് റെഫർ ചെയ്യുകയും നിങ്ങളുടെ കംപ്ലൈന്റ് അങ്ങനെ സോൾവ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു മെനുവാണ് നമ്മുടെ. അപ്പൊ കഴിയുന്നതും നിങ്ങൾ ഗ്രീവൻസ് ഒക്കെ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു ആധികാരികതയുണ്ട്. ഇതൊക്കെ റെക്കോർഡഡ് ആണ്, ഇതിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ എനിക്ക് അപ്പൊ ഇതിന്റെ മേലധികാരികൾ ഇങ്ങനെ നോക്കിയോ എന്താണ് കംപ്ലൈന്റ് എന്താ റിട്രസ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവര് പലപ്പോഴും പെട്ടെന്ന് അത് ചെയ്യും. ഓക്കെ, അത് നോക്കാം. ഇനി അടുത്തത് HRA ക്ലാസ് ചേഞ്ച് ആണ്. അത് നമുക്ക് ഈ പിന്നെ ഏതെങ്കിലും HRAയുടെ നമുക്ക് ചില ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ചില ഏരിയയെ കൂടി കഴിഞ്ഞ ഏതോ ഒരു ഞാൻ ഓർക്കുന്നുണ്ട്, കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധി ഇന്നത് വരെ എന്ന് പറഞ്ഞ് റീഡിഫൈൻ ചെയ്യും. അപ്പൊ റീഡിഫൈൻ ചെയ്യുമ്പോൾ 2 കിലോമീറ്റർ കൂടി ഇപ്പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ കുറെ സ്കൂളുകളും ഓഫീസുകളും ഒക്കെ അതിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ക്ലാസ് ചേഞ്ച്, പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഇത് ക്ലാസ് ചേഞ്ച് ഒക്കെ നമുക്ക് മാറ്റേണ്ടത് DMU ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനുള്ള ഒരു ഓപ്ഷൻ ഇട്ടതായിരിക്കും, ഭാവിയിൽ നമുക്ക് ചിലപ്പോൾ മാറ്റാം. പക്ഷെ നമുക്ക് മാറ്റാൻ അധികാരം തന്നാൽ എന്താ കുഴപ്പം വെച്ചാൽ നമ്മൾ ആ ആൾക്കാർ അത് മിസ്യൂസ് ചെയ്താളെയോ എന്നുള്ള പേടിയാണ്. അപ്പോൾ നമുക്ക് മിക്കവാറും ഇതൊരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാറാനാണ് സാധ്യത. ഇപ്പൊ അത് ആക്റ്റീവ് അല്ല, നോക്കിയിരുന്നു. ഇനി അടുത്തത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂ എംപ്ലോയി റെക്കോർഡ്. ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മെനുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്ന രജിസ്റ്റർ ന്യൂ എംപ്ലോയി. ഇതാണ് നമുക്ക് ആവശ്യം വരിക. എപ്പോഴാണ് നമുക്കൊരു എംപ്ലോയിയെ രജിസ്റ്റർ ചെയ്യേണ്ടി വരിക? സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ജൂൺ ജൂലൈയിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂൾ തുറക്കുന്നുള്ള വിശ്വാസത്തിൽ അപ്പം എന്ത് ചെയ്യും, നമ്മുടെ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. PSC അഡ്വൈസ് മെമ്മോയൊക്കെ കിട്ടിയിട്ട്, ഓർഡറൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ അവർ വന്ന് നിങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു പെന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ആവശ്യം. അവരെ ജോയിൻ ചെയ്യിക്കുന്നതോടൊപ്പം അവർക്ക് ഒരു പെന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ആ പെന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു വിൻഡോ ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു പെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പെന്ന് ഇല്ല എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം. മനസ്സിലായി? അതെങ്ങനെയുണ്ടാവുക? അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം പറയും എനിക്ക് അറിയില്ല, ഓർമ്മയില്ല പെണ്ണുണ്ടോന്ന്. അത് അങ്ങനെ ഓർമ്മയില്ലാണ്ട് ഉണ്ടാവാം. എങ്ങനെയാന്ന് വെച്ചാല് നമ്മളിപ്പോൾ ചില എംപ്ലോയീസ് പ്രൊഫഷണൽ ആയിട്ട് കയറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് വഴിയൊക്കെ നമുക്ക് ചില ഡിപ്പാർട്ട്മെന്റിൽ കയറുമ്പോൾ അവർക്ക് ഫുൾ മന്ത് സാലറി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പെന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അവർ ആ ഒരു പീരീഡ് കഴിഞ്ഞ് അവരിങ്ങ് പോന്നിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അറിയണ്ടാവില്ല അങ്ങനെ ഒരു പെന്ന് ക്രിയേറ്റ് ചെയ്തു എന്ന്. അവർക്ക് ശമ്പളം കിട്ടി, അവർ ശമ്പളം വാങ്ങി പോകുന്നു, അത്രേ അറിയില്ല. കാരണം അവരെ സ്പാർക്കിലേക്കൊന്നും അവർ കയറിയിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് അറിയണ്ടാവില്ല. അല്ലെങ്കിൽ ആരെങ്കിലും DDOs പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഒരു എംപ്ലോയി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
പെൻ എന്ത് ചെയ്യാൻ പാടില്ല, ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ നമ്മുടെ DDOs അങ്ങനെ പെൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് വ്യൂ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ അത് മറികടക്കാം? അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കൊറീസ് എന്ന് പറയുന്നത്, ഞാൻ തൽക്കാലം അഡ്മിനിസ്ട്രേഷൻസ് കൊറീസിലേക്ക് പോവാണ്. കൊറീസിൽ പോയിട്ട് നമ്മളൊരു പിന്നെ എംപ്ലോയിയുടെ എംപ്ലോയി സെർച്ച് കൊടുക്കുക. എംപ്ലോയി സെർച്ച് കൊടുത്തിട്ട് ഡിപ്പാർട്ട്മെന്റിനോട് അവനോട് ചോദിക്കുക, നീ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ ചോദിക്കാം. പറയും ഞാൻ ഇങ്ങനെ ഒരു ഹോമിയോ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് LDC ആയിട്ട്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് പറ്റിയ ആ ഒരു ലഭിക്കുക. പിന്നെ അതല്ല അവൻ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഇങ്ങനെ എംപ്ലോയ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ എടുക്കുക. അപ്പൊ അതുപോലെ ജനറൽ എഡ്യൂക്കേഷൻ എടുക്കുക. അത് ഡിപ്പാർട്ട്മെന്റ് ഏതാ നോക്കിയിട്ട് നിങ്ങൾ ചോദിച്ച് ചെയ്യാം. എന്റെ പാർട്ട് ഓഫ് നെയിം, അവന്റെ പേരിന്റെ ആദ്യത്തെ കുറച്ച്, പക്ഷെ അത് കൊടുക്കണ്ട. കാരണം അത് നമ്മൾ ആ സ്പാർക്കിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്തത് നമുക്ക് അറിയില്ല. ആദ്യം അത് കൊടുക്കണ്ട, അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കൊടുക്കുക നിങ്ങൾ. പെന്നറിയില്ലല്ലോ, പെന്നറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പൊ പെന്നെന്നുള്ള ബോക്സിൽ കൊടുക്കണ്ട. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക. അങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ ഈ ജനറൽ എഡ്യൂക്കേഷനിൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആൾക്കാര് കംപ്ലീറ്റ് വരും കേട്ടോ. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ അപ്പൊ ഒരു വലിയ ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ പേര് കൊടുത്തിട്ട് എനിവേർ ഇൻ ദ നെയിം കൊടുക്കുക. അപ്പൊ എവിടെയായാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും 3-4 അക്ഷരം കൊടുത്തിട്ട് എനിവേർ ഇൻ ദ നെയിം കൊടുത്തിട്ട് സെർച്ച് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ നമ്മുടെ സെർച്ചിന്റെ ലിസ്റ്റ് വളരെ ചെറുതായി കിട്ടും. അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ ആളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഉറപ്പിക്കാനൊന്നാവില്ല. അദ്ദേഹത്തിനായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട് പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് ഇവിടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അദ്ദേഹത്തിന് പെണ്ണ് ഇല്ല, പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് പെണ്ണില്ല. ഇനി നിങ്ങൾ പുതിയൊരു ഓഫീസിൽ എത്തിയാൽ, ഇപ്പം അഡ്മിനിസ്ട്രേഷനിലാണ്, പക്ഷെ കുറീസ് വന്നുകൊണ്ട് ഞാൻ കുറീസിലുള്ള ഒരു കാര്യം കൂടി പറയും. കുറീസിൽ നിങ്ങളിപ്പോ പുതിയ ജൂൺ ജൂലൈയിലൊക്കെ നമ്മള് പുതിയ ഓഫീസിൽ പോകുമ്പോൾ നമുക്കറിയില്ല അവിടെ ഇപ്പൊ നിങ്ങളുടെ ആർക്കൊക്കെ ശമ്പളം വാങ്ങി കൊടുക്കുന്നുണ്ടോ അറിയില്ല. നമ്മുടെ കയ്യിൽ മുന്നിൽ ആകെ ഉള്ളത് അറ്റൻഡൻസ് രജിസ്റ്റർ ആയിട്ടുണ്ടാവും. അതില് കൃത്യമായ പേരുകൾ ഉണ്ടാവും. അല്ല, അതില് നമ്മള് അവിടെ ഇല്ലാത്ത ആരുടെയും പേര് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നടന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ സാധ്യതയില്ല. അപ്പൊ നമ്മുടെ അധികാരികൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ വെച്ചിട്ട് ആ നിങ്ങൾ എന്ത് ചെയ്യാം, ഓഫീസ് പൈസ ലിസ്റ്റ്. നിങ്ങളുടെ ഓഫീസിലുള്ള എംപ്ലോയീസിന്റെ ഒരു ലിസ്റ്റ് കിട്ടാൻ ഒരു ശ്രമമാണ്. അതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വന്നിട്ട് പത്തനംതിട്ട സെലക്ട് ചെയ്തു. ട്രഷറി പത്തനംതിട്ട ജില്ലാ ട്രഷറിയിലാണ് സാറിന്റെ ശമ്പളം. പിന്നെ ഓഫീസ് നെയിം കുറച്ച് അക്ഷരങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ കൈപ്പത്തൂർ എന്ന് പറയുന്ന KI അടിച്ചുകൊണ്ട് ആ രീതിയിൽ വരുന്ന 2 സ്കൂളുകളുണ്ട് അവിടെ. സെന്റ് ജോർജ് HSS കൈപ്പത്തൂരുണ്ട്, GVHS കൈപ്പത്തൂരുണ്ട്. സാറിന്റെ ഇതാണ്. അപ്പൊ അതിൽ നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ട്. ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി വിൻഡോ വരാം. വിൻഡോ വന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാറിന്റെ സ്കൂളിലുള്ള എംപ്ലോയീസിന്റെ ലിസ്റ്റ് ഇതും നിങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്ററും കമ്പയർ ചെയ്യാം. എല്ലാവരും വന്നിട്ടുണ്ട്. ഒപ്പം ആ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നിങ്ങളുടെ ആളുടെ പേരിന്റെ കൂടെ 3 കാര്യങ്ങൾ കൂടി വേണമെന്നുണ്ട്. ഒന്ന്, പെന്ന് വേണം. അത് നിങ്ങളുടെ ഒരാളുടെ പേര് എഴുതി കഴിഞ്ഞാൽ അതിന് അടിയിൽ പെന്ന്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പെന്ന്, പിന്നെ അതുപോലെ തന്നെ ബേസിക് പേ, പിന്നെ സ്കെയിൽ ഓഫ് പേ. ബേസിക് പേ പെന്നും ബേസിക് പേ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അത് പഴയതായിരിക്കും ചിലപ്പം, അപ്പൊ അതൊന്നും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്ന. അപ്പൊ അത് നോക്കുക. അപ്പൊ എല്ലാവർക്കും പെന്നുണ്ട്, നിങ്ങളുടെ രജിസ്റ്ററിലുള്ള എല്ലാവരും ഉണ്ട് എന്നൊക്കെ ഓർമ്മിക്കുക. എണ്ണം മാത്രം നോക്കരുത്, നിങ്ങൾ ആളെ പേരും കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ എംപ്ലോയീസിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏത് മെനുവിലുള്ളത്. ക്വറീസിൽ ഓഫീസ് പൈസ ലിസ്റ്റ്, അത്
അതെടുത്തിട്ട് നിങ്ങൾ ആവശ്യമുള്ള വിവരങ്ങളൊക്കെ കൊടുത്ത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ. അപ്പോൾ ഈ ക്വറീസിലെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് എംപ്ലോയി സെർച്ച്. എംപ്ലോയി സെർച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ആൾക്ക് ഇതിനു മുമ്പ് പെന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ വേറെ ഒന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് നോക്കാം. സാലറി പ്രോസസ്സിംഗ് സ്റ്റാറ്റസ്. അപ്പൊ നമുക്ക് ഈ മാസം, കഴിഞ്ഞ മാസം മൂസക്കോയ മാസം 4-ാമത്തെ മാസം, 5-ാമത്തെ മാസം ശമ്പളം എടുക്കാനായിട്ടില്ലല്ലോ, 4-ാമത്തെ മാസം എല്ലാവർക്കും ശമ്പളമായി കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതെടുക്കുക. ഏതാണ് ക്വറീസിൽ പോയിട്ട് സാലറി പ്രോസസ്സിംഗ് സ്റ്റാറ്റസ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എൻ്റർ മന്ത് കൊടുക്കുക. അപ്പൊ ഞാൻ 4 കൊടുക്കുന്നത്. ഇപ്പൊ 5 ആയതുകൊണ്ടാണ് ഡിഫോൾട്ടായിട്ട് 5 അവിടെ വന്ന്. ഓക്കെ, 4 കൊടുത്തു. ഇവിടെ ഒക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാനേ ഉള്ളൂ, കാരണം നമ്മൾ അതല്ലാത്ത ഒന്നും അതിനകത്ത് വരില്ല. ബിൽ ടൈപ്പ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ HS എടുക്കാം. HS നമുക്ക് വേണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. പെൻഡിങ് സാലറി ലിസ്റ്റും ഉണ്ട്, സാലറി പ്രോസസ്ഡ് ലിസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം ഇപ്പോൾ ആർക്കെങ്കിലും ശമ്പളം കൊടുക്കാത്തതുണ്ടോ നമുക്ക്. അപ്പോൾ പെൻഡിങ് സാലറി ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. പ്രൊസീഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വന്നു, there is no employees in pending salaries. അപ്പം മുസക്കോയ മാഷ് വളരെ കറക്റ്റാണ്. 4-ാം മാസത്തിൽ എല്ലാവർക്കും ശമ്പളം വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ആ ക്വറീസിലെ ആ ഒരു ഓപ്ഷൻ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സറണ്ടർ പ്രോസസ്സിംഗ് സ്റ്റാറ്റസ് ആണ്. സറണ്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ നമുക്കിപ്പോൾ അത്ര ആവശ്യമില്ല. അപ്പോൾ ക്വറീസിൽ ഏതാണ്ട് പിന്നെ ഏറ്റവും ക്വറീസിൽ ആദ്യമുള്ള സ്പാർക്ക് DMU ഡീറ്റെയിൽസ് ആണ്. സ്പാർക്കിലെ DMUകളുടെ പേര് വിവരങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ ജില്ല നോക്കിയിട്ട് കൊടുക്കാം. കോഴിക്കോടൊക്കെ ആണെങ്കിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. പക്ഷെ ഇതൊക്കെ പഴയതാണ്. ഇതിലൊക്കെ ഇപ്പോൾ കാണുന്നത് കുഞ്ഞുകണാരൻ മാഷ പേരൊക്കെ കാണുന്നില്ല, ഒന്നുമില്ല. അതൊന്നും DMU അല്ല, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഒരു രഞ്ജിത്ത് C AU കണ്ണൂർ, നമ്മളെ കയറ്റിലുള്ള രഞ്ജിത്താണ്. സാറ് DMU ആവില്ല, നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, എനിക്കറിയില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് സ്പാർക്കിന്റെ DMU ഡീറ്റെയിൽസ് എടുക്കുന്നത്. ഓക്കെ. പിന്നെ എംപ്ലോയി ചെക്ക് ലിസ്റ്റും കണ്ടീഷണൽ എംപ്ലോയി ലിസ്റ്റും ഒക്കെ നമുക്ക് പല തരത്തിൽ എംപ്ലോയീസിനെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ്. അതിൽ എംപ്ലോയി സെർച്ച് തന്നെ മതിയാവും. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമുക്ക് ഒരു പാർട്ട് പേരിന്റെ കൊടുത്ത്. ഓക്കെ. അപ്പൊ നമ്മുടെ മുന്നിൽ ഞാൻ തിരിച്ചു വീണ്ടും ഇതിലേക്ക് എന്തെങ്കിലും സമയം ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ന്യൂ എംപ്ലോയി റെക്കോർഡാണ്. അപ്പോൾ ന്യൂ എംപ്ലോയി റെക്കോർഡ് എടുത്തിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, ക്വറീസ് പോയിട്ട് നമ്മൾ ആ എംപ്ലോയിക്ക് ഇതുവരെ ക്രിയേറ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇതിൽ പ്രൊസീഡ് ചെയ്യാം, ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് രജിസ്റ്റർ ന്യൂ എംപ്ലോയി എന്ന് പറയുന്ന വിൻഡോ വരും. ഇതിൽ കുറേ കാര്യങ്ങൾ കൊടുക്കാനുണ്ട്, ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറേ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനോട് വാങ്ങുക, അദ്ദേഹത്തിനോട് ഡീറ്റെയിൽസ് അദ്ദേഹം തരേണ്ട ഡീറ്റെയിൽസ് ആണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അതൊക്കെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ വേറൊന്നും നമുക്കറിയില്ലല്ലോ. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിനോട് നമ്മൾ ഈ ഇത്തരം പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരോട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വാങ്ങേണ്ടി വരും. ഒന്ന്, ഫോൺ നമ്പർ 1 എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, ഫോൺ നമ്പർ 1. അപ്പോൾ ഫോൺ നമ്പർ 1 കാണുന്നില്ല. അപ്പോൾ ഞാൻ അതിന്റെ പ്രസന്റേഷൻ ഞാനൊന്ന് ബാക്ക് ചെയ്താലേ കാണുന്നത്. ഒരു സെക്കൻഡ്, ഞാൻ എൻ്റെ സ്ക്രീൻ ആക്കിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്പാർക്ക് ഫോം നമ്പർ 1. ഇത് ഇങ്ങനെ ഒരു ഫോം നെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും സ്പാർക്ക് ഫോം നമ്പർ 1. ഇത് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ട്, ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് കിട്ടിയത് ഫില്ല് ചെയ്ത് വരാൻ വേണ്ടി പറയാം. കൃത്യമായിട്ട് ഒക്കെ വെരിഫൈ ചെയ്ത് ഫില്ല് ചെയ്തിട്ട് വരാൻ പറയാം. ഓക്കെ. അപ്പോൾ എല്ലാം നമുക്ക് അതിനകത്ത് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ നമുക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അഡ്വൈസ് നമ്പറും അതുപോലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയുമെങ്കിൽ ചെയ്തോട്ടെ, ഇല്ലെങ്കിലും നമ്മുടെ PSC നിന്ന് കിട്ടിയ ക്ലാസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ കുറേയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറയാം. ഇതെല്ലാം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സൂക്ഷിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഫോം നമ്പർ 1 നമ്മൾ നമ്മുടെ ഫയൽ ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. ഒരു എംപ്ലോയിയെ നമ്മൾ സ്പാർക്ക്
ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഡ്യൂട്ടിയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിയമപ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് ജോയിൻ ചെയ്യാൻ വന്ന അന്ന് തന്നെ സ്പാർക്കിൽ അദ്ദേഹത്തിന് പെന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ പ്രാക്ടിക്കലി അത്ര സാധിക്കില്ല. ഇനി അന്നില്ലെങ്കിൽ കുഴപ്പമില്ല, 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യുകയും ഈ ഫോമിൽ നിങ്ങൾ ആവശ്യമായ ഒപ്പൊക്കെ ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ പെന്നൊക്കെ എഴുതാനുള്ള സ്പേസ് മുകളിലുണ്ട്. അതിലൊക്കെ ചെയ്ത് എംപ്ലോയി കോഡ് വെച്ചിട്ട് നിങ്ങളുടെ ഓഫീസ് യൂസാണ്. അദ്ദേഹത്തിന്റെ പെന്നൊക്കെ നമ്മളിവിടെ എഴുതി വെച്ച് പിന്നെ നമ്മൾ ഓഫീസ് ഫയൽ ചെയ്യണം. സ്പാർക്ക് പെൻ അപ്റ്റൈൻഡ് നമുക്ക് പറഞ്ഞാൽ ഏത് പെന്നാണെന്നൊക്കെ എഴുതി വെച്ച് ഇത് ചെയ്യണം. അപ്പോൾ ഫോൺ നമ്പർ 1. പിന്നെ എന്താണ് അദ്ദേഹം കൊണ്ടുവരേണ്ടി വരിക? പിന്നെ കൊണ്ടുവരേണ്ടത് ഡിജിറ്റൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കൊണ്ടുവരാൻ പറയണം. പിന്നെ അദ്ദേഹം ഒരു വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് നന്നായിട്ട് ഒരു ഒപ്പിട്ടിട്ട് ഒരു പേപ്പറിൽ ഒരു മിഡിലായിട്ട് ഒപ്പിട്ടാൽ മതി. അതും കൊണ്ടുവരാൻ പറയണം. പിന്നെന്തെങ്കിലും വേണോ? പിന്നെ അദ്ദേഹത്തിന്റെ അഡ്വൈസ് മെമ്മോയും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരുമല്ലോ. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടി പറയണം. എന്നാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹം അത് കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് തുടങ്ങാം. അങ്ങനെ സർവീസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫോൺ നമ്പർ 1ലുള്ള ഡീറ്റെയിൽസ് തന്നെയാണുള്ളത്. അതെല്ലാം നോക്കി നമ്മൾ ഫില്ല് ചെയ്ത് അവസാനം എത്തിക്കഴിയുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ആ സേവ് ആൻഡ് കണ്ടിന്യൂവിൽ നമ്മൾ കൊടുക്കുക. ഇതിപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ കഴിയില്ല, കാരണം നമുക്ക് ആക്ച്വലായിട്ട് ഇത് ലൈവല്ല ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അത്ര പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പേജിൽ വരും. അപ്പോൾ അവിടെ അടുത്ത പേജിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കൊടുക്കണം. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതിലേക്ക് റിക്രൂട്ട് ചെയ്ത് PSCയുടെ അഡ്വൈസ് നമ്പറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. പിന്നെ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും, ഫോട്ടോ എങ്ങനെയായിരിക്കണം, സിഗ്നേച്ചർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാം. അല്ലെങ്കിൽ നെറ്റിൽ അവൈലബിൾ ആണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ഫോട്ടോ നമുക്ക് 12 KB കുറവായിരിക്കണം. പിന്നെ 2.5 × 3.5 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ഡയമെൻഷൻ. അതിൽ മിനിമം 150 പിക്സൽസ് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒപ്പാണെങ്കിൽ 3.5 × 1.5. ഇതിന്റെ നോട്ട്സ് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തരാം. അത് മാത്രമായിട്ട് തരാം. നിങ്ങളിപ്പം വിഷമിക്കേണ്ട, ഇതൊന്ന് ജസ്റ്റ് കേട്ടാൽ മതി. ഓക്കെ, അതിന്റെ ഇത് അതുപോലെ തന്നെ മിനിമം 150 പിക്സൽസ് ഉണ്ടാവുന്ന തരത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. മിനിമം 150 പിക്സൽസ് ഉള്ള ഒരു ഇമേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇതിലേക്ക് ആപ്പ് ചെയ്യേണ്ടത്. ഇതിൽ സ്പാർക്കിൽ തന്നെ കുറച്ച് റീസൈസ് ഓപ്ഷൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ജിംബോ പോലുള്ള സോഫ്റ്റ്വെയറിൽ പറ്റുമോ ചെയ്ത്, കാരണം വരുന്ന ആൾക്ക് അത്രയൊന്നും അറിയണ്ടാവില്ല. അദ്ദേഹം ഇതുമായിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ഒരു ഡിജിറ്റൽ ഫോട്ടോയും അതിൻ്റെ ഒപ്പിട്ട കടലാസുമായിട്ടായിരിക്കും. അത് നിങ്ങൾ അറിയുന്ന SIDC-മാരൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പഠിക്കാം. പിന്നെ സ്പാർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു സെഷൻ എടുക്കാം, എങ്ങനെയാണ് ഫോട്ടോ റീസൈസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഈ 3 കാര്യങ്ങൾ. അപ്പൊ ഈ പേജിൽ സേവ് ആൻഡ് കണ്ടിന്യൂ. അടുത്ത പേജിൽ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മുടെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ചേർക്കണം, ഫോട്ടോ സിഗ്നേച്ചർ ചെയ്യണം. ഈ 3 ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് ഫോർവേഡ് ചെയ്യണം. ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ആ വിൻഡോയിൽ വരിക. അങ്ങനെ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ഇത് കഴിഞ്ഞു, ഒരു ഭാഗം കഴിഞ്ഞു, ഏതാണ്ട് ഒരു മുഖ്യമായ ഒരു ഭാഗം കഴിഞ്ഞു. എന്നാലും തീർപ്പായിട്ടില്ല. അതോടുകൂടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിവിടെ വന്നിട്ട് നിങ്ങളുടെ അപ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ന്യൂ എംപ്ലോയി റെക്കോർഡിന്റെ തൊട്ട് താഴത്തെ ഒരു ബട്ടൺ ഉണ്ട്, അപ്രൂവ് ന്യൂ എംപ്ലോയി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൊ ചോദിക്കുക എന്താണ് ഈ നമ്മുടെ ലോഗിനിൽ എന്താ ഈ രണ്ടും നമ്മൾ തന്നെ കൊടുക്കുന്നു, നമ്മൾ തന്നെ അപ്രൂവ് ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളാണ് ഇപ്പോൾ സത്യത്തില് DDOയും നിങ്ങളാണ്, കൺട്രോളിംഗ് ഓഫീസറും നിങ്ങളാണ്. അതാണ് നമ്മൾ പറയുന്നത്. ഫോം 3, ഫോം 5 ഒക്കെ കൊടുക്കുന്നില്ലേ, അത് രണ്ടും 2 പ്രിവിലേജുകളാണ്. അപ്പൊ അങ്ങനെ രണ്ടും 2 ആൾക്കാരായിട്ടുള്ള പ്രിവിലേജസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എയ്ഡഡ് സ്കൂൾസിന്റെ ഒക്കെ ആണെങ്കിൽ അവർ DDO അവിടെ ഉണ്ടാവും, ബട്ട് കൺട്രോളിംഗ് ഓഫീസർ അതത് AEO അല്ലെങ്കിൽ DEO-മാരായിരിക്കും. അപ്പൊ ചില കാര്യങ്ങളൊക്കെ അവർക്ക് തിരുത്തണമെങ്കിൽ കൺട്രോളിംഗ്, അപ്പൊ പുതുതായിട്ട് ഒരാളൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആരെ അപ്രൂവ് ചെയ്യണം? കൺട്രോളിംഗ് ഓഫീസർ അപ്രൂവ് ചെയ്യണം. ഇതിപ്പോ നിങ്ങളുടെ അടുത്ത് രണ്ടും ഉണ്ട്. കാരണം ഗവൺമെന്റ് HMs ആണല്ലോ. ഗവൺമെന്റ് HMs ആകുമ്പോൾ വേറൊരു കൺട്രോളിംഗ് ഓഫീസർ
കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഒരുപാട് ഡിലേ വരുന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് തന്നെ തന്നിരിക്കുകയാണ്, ISS തന്നിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ മെനുവിൽ 2 മെനു നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഇതേമാതിരി കൊടുക്കുന്നു, അപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ആരും റിക്വസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് നേരത്തെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഇവിടെ ആ കുട്ടിയുടെ പേരും ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ നമ്മൾ വെരിഫൈ ചെയ്യുന്നു, ഇതൊക്കെ വെച്ചിട്ട് വെരിഫൈ ചെയ്തിട്ട് ചെയ്യും. ആ കൂട്ടത്തിൽ നിങ്ങൾ ആദ്യത്തെ ഫോം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇയാളുടെ പേര്, ഈ പേര് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റിലെ പേരും അതുപോലുള്ള പേരാണ് നമുക്കിപ്പോൾ എൻട്രി ചെയ്യാനുള്ള ആധികാരികമായ രേഖ എന്ന് പറയുന്നത്. അതിപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റിൽ എന്താണോ പേര്, പിന്നെ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്ന പേര് എന്താണോ, അത് രണ്ടും ഒരേപോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അദ്ദേഹത്തിന്റെ പേര് ഇന്നതാണെന്ന് പറയാൻ പറ്റുള്ളൂ. വേറെ രേഖയൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ഓക്കെ, അതും അദ്ദേഹത്തിന്റെ ആധാർ കാർഡിലെ പേരും ഒന്നാണ് എന്നുള്ളത് ഉറപ്പ് വരുത്താം. അപ്പോൾ ആധാർ കാർഡിലെ പേര് വ്യത്യാസം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ പോയി അക്ഷയ സെന്ററിൽ പോയിട്ട് പേര് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ ഇപ്പൊ നടക്കും. നേരത്തെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് എല്ലാം ഒരേപോലെ ആക്കണം. പല തരത്തിൽ പല രീതിയിലാകാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിനോട് പറയുക, ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേര്, കറക്റ്റ് പേര്, ഇപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് അയാൾക്ക് കിട്ടിയ SSLC ബുക്കും അതിലെ പേരൊക്കെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പം മാറ്റാൻ പറ്റുന്നത് ആധാർ കാർഡിലെ പേരാണ് മാറ്റാൻ പറ്റുക. അതാണ് നമുക്കിപ്പോൾ സൗകര്യം. പിന്നെ എന്തൊരു ചെറിയ ഫീ കൊടുത്തു കഴിഞ്ഞാൽ അക്ഷയ സെന്ററിൽ നിന്ന് നമുക്ക് അതിന് കിട്ടും. ഒരു ഗസ്റ്റഡ് ഓഫീസർ നിങ്ങൾ എന്നെ ഒപ്പിട്ട് കൊടുത്താലും മതി, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം മാറ്റിക്കൊണ്ടുവരാൻ പറയാം. ആധാറിലെ പേര് ഒക്കെ മാറ്റിക്കൊണ്ടുവന്നിട്ട് അതിനുശേഷം നമ്മൾ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമാക്കി അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അദ്ദേഹത്തിന് ഭാവിയിലും വലിയ ഗുണപ്രദമാവും. പാസ്പോർട്ടൊക്കെ എടുക്കുമ്പോഴൊക്കെ അത് പ്രയാസമില്ലാതെ മുന്നോട്ട് പോകും. കാരണം സർട്ടിഫിക്കറ്റിലെ പേര് തന്നെയായിരിക്കണം ആധാറിലെ പേരും. ഇതിലൊക്കെ മാത്രമേ പാസ്പോർട്ട് തരുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഒരാളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാം. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, കൃത്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഭാവിയിൽ അദ്ദേഹത്തിന് പ്രയാസമൊന്നും ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ്. പല കാര്യങ്ങളും ചില കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു സർവീസ് അനുഭവം തന്നെ ഞാൻ പറയാം. ഞാൻ ഒരു 92 ഒരു പ്രൈമറി സ്കൂളിൽ ജോയിൻ ചെയ്തിരുന്നു. അവിടെ വെച്ചിട്ട് എൻ്റെ സർവീസ് റെഗുലറൈസേഷൻ്റെ ഒരു എൻട്രി എൻ്റെ സർവീസ് ബുക്കിൽ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, 92 കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം എത്ര വർഷമായിട്ടുണ്ടാവും, അത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ഓഡിറ്റിലാണ് അത് കാണുന്നത്. അതിന് മുമ്പ് നടന്ന ഓഡിറ്റിലൊന്നും അത് കണ്ടില്ല. നമ്മൾ സർവീസ് ബുക്ക് അങ്ങനെ നോക്കുന്നില്ലല്ലോ. അപ്പോൾ ആരും കണ്ടില്ല, അല്ലെങ്കിൽ ആരും അത്ര ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഈ ഓഡിറ്റിൽ കാണുകയും അത് വേണമെന്ന് പറയുകയും ഞാൻ എന്നിട്ട് വല്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ അത് സംഘടിപ്പിച്ചു. അത്രയും പഴക്കമുള്ള ഒരു രേഖ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പൊ നമുക്ക് സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നടന്നു. ഒരുപാട് പേര് നമ്മളെ സഹായിക്കാനുള്ളതുകൊണ്ട് അത് നടന്നു കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ നമ്മുടെ പുള്ളിക്ക് വരുന്ന റെഗുലറൈസേഷൻ്റെ കടലാസൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പിന്നെ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് അദ്ദേഹത്തിനും കൊടുക്കുക. അദ്ദേഹത്തിന് ഒരു കോപ്പി എടുത്ത് നമ്മുടെ ഫയലിലും വെക്കുക. ഒരു കോപ്പി എടുത്തിട്ട് സർവീസ് ബുക്കിൽ ഒട്ടിക്കുക. റണ്ണിങ് എൻട്രിയും വരുത്തുക. റണ്ണിങ് എൻട്രി നിർബന്ധമാണ്. എന്താ വെച്ചാൽ ഈ പേപ്പർ പറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം റണ്ണിങ് എൻട്രി ഉണ്ടെങ്കിൽ അത്രയെങ്കിലും നമുക്ക് ഗുണമാണല്ലോ, നമുക്ക് ഫയൽ തപ്പിയെടുക്കാമല്ലോ പിന്നീട്. അപ്പം റണ്ണിങ് എൻട്രി വരുത്തുക. അപ്പം അതൊക്കെ അപ്പം തന്നെ ചെയ്തു പോകണം. അത് നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറന്നു പോകും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ആവും. ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, അന്ന് HM അപ്പൊ ഞാൻ എൻ്റെ അനുഭവം ഉണ്ടാക്കരുത്. അപ്പൊ നമ്മള് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് അപ്രൂവ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി വേജസ് എന്ന് പറയുന്ന ആൾക്കാർ ജൂണിലെ ഡെയിലി വേജസ് വരുന്ന ആളെന്ന് ശമ്പളം വാങ്ങിക്കണമെങ്കിൽ അതിന് അവർക്ക് പെന്നല്ല, അവരുടെ ടെമ്പററി എംപ്ലോയ്മെന്റ് നമ്പർ എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്യണം. അതെവിടെയാണ് ക്രിയേറ്റ് ചെയ്യുക? അത് അക്കൗണ്ട്സിലാണ് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട്സില് ടെമ്പററി എംപ്ലോയീസ്, രജിസ്റ്റർഡ് ടെമ്പററി എംപ്ലോയി, ഈ രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്.
കൊടുക്കുക. നിങ്ങൾ ഡെയിലി വേജസ് ആയിട്ട് വരുന്ന സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ സ്റ്റാഫിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയാണ്. അക്കൗണ്ട്സിൽ ഡൗൺ ആണെന്ന് തോന്നുന്നു. അക്കൗണ്ട്സ് പോയിട്ട് പിന്നെ ടെമ്പററി എംപ്ലോയി രജിസ്ട്രേഷൻ വഴി നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഓഫീസൊക്കെ കൊടുക്കുക. സ്ലോ ആയതാണോ സ്പാർക്ക് ഡൗൺ ആണെന്ന് അറിയില്ല. ആ കാര്യങ്ങൾ അവിടെയും കുറച്ച് ഫീൽഡുകളൊക്കെ ഉണ്ട്. കൈപ്പറ്റൂർ കൊടുത്തു. പിന്നെ ഇവിടെ നെയിം നമ്മൾ നേരത്തെ കണ്ട അത്രയില്ല. ഇത്രയും ഒക്കെ കൊടുത്താൽ മതി. ഇത്രയും സാധനങ്ങളൊക്കെ കൊടുക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ ജിയോ ഒക്കെ ചോദിക്കുന്നുണ്ട്. ജിയോ മീൻസ് എന്താണ്? ഇപ്പം ഡെയിലി വേജസിന് എടുക്കാൻ നിങ്ങൾക്ക് സമ്മതം തന്നുകൊണ്ട് ഒരു ജിയോ വരും. ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് വരും. അധ്യയനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ജൂണിൽ തന്നെ വരാം. ആ ജിയോ നമ്പറും ആ ജിയോയുടെ ഒരു PDF ഒക്കെ നിങ്ങൾ അപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചൊരു ഇതുണ്ട് അത്തരം കാര്യം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സെലക്ട് ചെയ്തതിന് ശേഷം ഇന്റർവ്യൂ നടത്തിയിട്ടായിരിക്കുമല്ലോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, നാളെ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൊസീഡിങ്സിന്റെ PDF ഒക്കെ നമ്മൾ അപ്പ് ചെയ്യണം. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് അപ്പ് ചെയ്തിട്ട് അവർക്കൊരു ടെമ്പററി നമ്പർ കൊടുക്കും. ടെമ്പററി എംപ്ലോയ്മെന്റ് നമ്പർ എന്നാണ് അതിന് പറയുന്നത്. 10 എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. അവര് പോകുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും വേണം. അതവിടെ ടെർമിനേറ്റ് ചെയ്യാൻ ടെമ്പററി എംപ്ലോയി എന്ന് പറയുന്ന രീതിയിൽ അവർ പോകുന്ന ദിവസം ടെർമിനേറ്റ് ചെയ്യണം. ഇത് പലപ്പോഴും ചില DDOs അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് അറിയുകയില്ല. അപ്പോൾ അറിയുമ്പോൾ നിങ്ങൾ ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ പറയും ഇത് ഓൾറെഡി ഇയാൾ വേറെ ഇവിടെ 10 ഉണ്ടെന്ന് പറയും, വേറെ നമ്പർ ഇയാൾക്കുണ്ടെന്ന് പറയും. കാരണം ഇതൊക്കെ മാച്ച് ചെയ്ത് നോക്കിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ അവരോട് അന്വേഷിക്കേണ്ടി വരും നിങ്ങൾ ഇതിന് മുമ്പ് എവിടെയാണ് വർക്ക് ചെയ്തത്. എന്നിട്ട് ആ എസ്റ്റാബ്ലിഷ്മെന്റിനെ വിളിച്ചിട്ട് ആ DDO കൊണ്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെർമിനേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ അദ്ദേഹത്തിന് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെമ്പററി എംപ്ലോയീസിനെല്ലാം നിങ്ങൾ അക്കാഡമിക് ഇയറിന്റെ എൻഡിൽ അവർ പോകുമല്ലോ, പോകുമ്പോൾ അവരെ ടെർമിനേറ്റ് ചെയ്യാനോ ഓർമ്മിക്കണേ. ഓക്കെ. അപ്പോൾ പിന്നെ 3 ടൈപ്പ് എംപ്ലോയീസ് ആണ് നമ്മുടെ അടുത്തേക്ക് വരും. ഒന്ന് PSC വഴി വരുന്ന റെഗുലർ എംപ്ലോയീസ്, രണ്ടാമത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വരുന്ന പ്രൊവിഷണൽ എംപ്ലോയീസ്, മൂന്നാമത് നിങ്ങൾ ഡെയിലി വേജസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡെയിലി വേജസ്. അപ്പൊ ഡെയിലി വേജസിന് ചെയ്യേണ്ടത് അക്കൗണ്ട്സിലെ ടെമ്പററി എംപ്ലോയീസ് വഴിയാണ് ചെയ്യേണ്ടത്. അത് 10 എന്ന് പറയുന്ന ഒരു നമ്പറാണ് അദ്ദേഹത്തിന് അവർക്ക് കിട്ടുക. പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് വഴി വരുന്നവർക്ക് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഏത് അഡ്മിനിസ്ട്രേഷൻസിലെ നേരത്തെ ഒരു സാധാരണ റെഗുലർ എംപ്ലോയിയെ ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം അവർക്ക് ഒരു മാസത്തെ ശമ്പളം മുഴുവൻ കൊടുക്കുന്നുണ്ട് നമ്മൾ. മറ്റവർക്ക് അങ്ങനെയല്ലല്ലോ, നമുക്ക് അവർക്ക് ദിവസത്തിനനുസരിച്ച് ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇവരുടെ പീരീഡ് നമ്മൾ അത് അവർ പറയുമ്പോഴാണല്ലോ ടെർമിനേറ്റ് ചെയ്യുന്നത്. മറ്റേത് അക്കാഡമിക് ഇയർ എൻഡ് എന്നൊക്കെ പറഞ്ഞു ടെർമിനേറ്റ് ചെയ്യും. ഇവര് നമ്മൾ അങ്ങനെ. പക്ഷെ നമുക്ക് പ്രൊഫഷണൽ എംപ്ലോയീസ് ഇപ്പം അങ്ങനെ നമ്മുടെ സ്കൂൾസിലേക്ക് അങ്ങനെ വരാറില്ല, പക്ഷെ പല ഓഫീസുകളിലേക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. റെഗുലർ എംപ്ലോയീസിനെയും പ്രൊഫഷണൽ എംപ്ലോയീസിനെയും പെൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടത്. മറ്റവരെ 10 വെച്ചിട്ട് ടെമ്പററി ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഞാൻ ഇപ്പൊ തന്നെ സമയം കുറച്ച് കൂടുതലായി തോന്നുന്നു. ഓക്കെ. ഇനി അടുത്തത് നമ്മളൊരു 3 മെനു ഉണ്ട്. ലോക്ക് എംപ്ലോയി റെക്കോർഡ്, അൺലോക്ക് എംപ്ലോയി റെക്കോർഡ്, ലോക്ക്ഡ് അൺലോക്ക്ഡ് ഡീറ്റെയിൽസ്. അത് 3 ഒരു കണക്റ്റഡ് ആണ്. അത് ഞാൻ ഒരുമിച്ച് പറയാം. അപ്പൊ നമ്മുടെ എംപ്ലോയീസിന്റെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം ലോക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് ശമ്പളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ ഒരു കഴിഞ്ഞ വർഷമോ മറ്റോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരെയും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്ക് ചെയ്യാത്തവരെ നമുക്ക് ശമ്പളം കൊടുക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും കൊടുത്ത് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഡീറ്റെയിൽസിൽ കുറച്ച്, ഫോർ എക്സാമ്പിൾ നമുക്ക് പുതുതായിട്ട് ഒരു ക്വാളിഫിക്കേഷൻ PG സ്റ്റാഫ് PG പാസ്സായി വന്നു, സാറേ ഞാൻ PG പാസ്സായി നന്നായിട്ട് പാസ്സായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് വരുമ്പോൾ അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻസിൽ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ അൺലോക്ക് ചെയ്തെടുക്കേണ്ടി വരും അല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ആ രീതിയിൽ നമ്മൾ ലോക്കും അൺലോക്കും നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരും. അത് അവിടെ അങ്ങനെ മാത്രമല്ല, ചിലപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു ഗ്രേഡോ മറ്റോ കുറേ വൈകിട്ടാണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. കുറേ വൈകിട്ടാണ് കിട്ടുന്നതെങ്കിൽ 1, 2, 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്ന കേസൊക്കെ ഉണ്ട് നമുക്ക് അവിടെയൊക്കെ കിടന്നിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സർവീസ് ഹിസ്റ്ററി എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിനിടയ്ക്ക് പല സർവീസ് ഹിസ്റ്ററിയും വന്നിട്ടുണ്ടാവും.
അപ്പോൾ ആ സർവീസ് ഹിസ്റ്ററിയിൽ ഈ ഒരു മാറ്റം വരുത്തണ്ടേ, ഈ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ സർവീസ് ഹിസ്റ്ററി എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഒന്നുകൂടി എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സർവീസ് ഹിസ്റ്ററി എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേമാതിരി അൺലോക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് എംപ്ലോയീസിന്റെ പല ഡാറ്റയും അൺലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വെക്കണേ. അതിന് ആദ്യം തന്നെ ഞാൻ ഈ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം, അതായത് ലോക്ക്ഡ് അൺലോക്ക്ഡ് ഡീറ്റെയിൽസ് അതൊന്ന് എടുത്ത് നോക്കാം. അപ്പൊ അതെടുത്താൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ആരൊക്കെ എന്തൊക്കെയാണ് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്, പെട്ടെന്ന് മനസ്സിലാൻ പറ്റും. അത് നമുക്ക് വേറെ വിൻഡോയിൽ തന്നെയാണ് ഓപ്പൺ ആകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പൊ ഇതൊരു പേജ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം മൊസക്കോയ മാഷിന്റെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ലോക്ക്ഡ് ഐറ്റംസ് അൺലോക്ക്ഡ് ഐറ്റംസ് നല്ല കോളായിട്ട് കൃത്യമായിട്ട് വരുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ മിക്കവാറും നമ്മൾ ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ക്വാളിഫയിങ് സർവീസ് മാത്രമാണ്. അപ്പൊ ലീവ് അക്കൗണ്ട് ഒന്നും ലോക്ക് ചെയ്യാത്ത ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും പാടില്ല. ലീവ് അക്കൗണ്ട് ഒക്കെ നമുക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. ക്വാളിഫയിങ് സർവീസിൽ അൺലോക്ക് ചെയ്താലും വലിയ കുഴപ്പമില്ല, എന്നാലും എല്ലാം നമുക്ക് ലോക്ക് ചെയ്തിടുന്നതല്ല. അപ്പൊ നമുക്കറിയാം. അപ്പൊ ഇത്രയും ഫീൽഡുകൾ അവരുടെ വളരെ കുറവേ ഉള്ളൂ കേട്ടോ, എല്ലാം ഒരുവിധം എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കുറഞ്ഞ ആൾക്കാർക്ക് ചില ഓരോ ഫീൽഡ് അത്രയേ ഉള്ളൂ, വളരെ കുറഞ്ഞ ഫീൽഡുകൾ ലോക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ അപ്പൊ നമുക്ക് ആരെങ്കിലും ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഒക്കെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത് അനിത ജെ ഈ ഒരു ക്വാളിഫയിങ് സർവീസ് അൺലോക്ക്ഡ് ആണ് അല്ലെ, അത് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം അല്ലെ. ഓക്കെ, അപ്പൊ അനിത, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് അഡ്മിനിസ്ട്രേഷൻസിൽ പോയിട്ട് ലോക്ക് എംപ്ലോയി റെക്കോർഡ്. എന്തിനാണ് നമ്മൾ വന്നത്, അനിത എന്ന് പറയുന്ന സ്റ്റാഫിന്റെ ക്വാളിഫയിങ് സർവീസ് ലോക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അത് ലോക്ക് ചെയ്യാൻ പോവാം. അപ്പൊ അതിൽ പോയിട്ട് എഡ്യൂക്കേഷൻ എടുത്തു, ഡിസ്ട്രിക്ട് പത്തനംതിട്ട, ഓഫീസ് കൈപ്പത്തൂർ. അപ്പൊ എംപ്ലോയീസിൽ നമ്മൾ എടുക്കേണ്ടത് അനിത അല്ലെ, അനിത എടുത്തപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോൾ പേഴ്സണൽ മെമ്മോറണ്ട പേരന്റ് അതെല്ലാം ലോക്ക്ഡാണ് എല്ലാം. ഇവിടെ ഇത് മാത്രം നമുക്ക് ലോക്ക് ചെയ്യാനുണ്ട് അല്ലെ, ക്വാളിഫയിങ് സർവീസ് ഇവിടെ മാത്രമേ ഇതൊന്നും നമുക്ക് തൊടാൻ പറ്റത്തില്ല, ഇതൊക്കെ ഇനാക്റ്റീവ് ആണ്. ഇവിടെ വേണം ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ ഒരു ടിക്കറ്റ് അല്ലെ, ഒരു ടിക്കറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ, അപ്പൊ ഞാൻ അവിടെ ടിക്കറ്റ് ഇട്ട് നമ്മൾ ചെയ്യുന്നു. അവസാനം വന്നിട്ട് ലോക്ക് ഡാറ്റ പറയും സക്സസ്ഫുള്ളി ലോക്ക്. ഫുൾ സ്ക്രീൻ ആക്കി പിന്നെ അപ്പൊ നമ്മൾ ഇനി വേണമെങ്കിൽ ഒന്ന് നോക്കാം, ലോക്ക് ഡീറ്റെയിൽസ് പോയി നോക്കാം. അനിത നമ്മൾ ആദ്യത്തെ ആളല്ലേ അൺലോക്ക്ഡ് ഐറ്റംസ് അത് പോയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. അതേപോലെ ബാക്കിയുള്ളവരെ നമുക്ക് ലോക്ക്. ഞാൻ മൊത്തം സ്ക്രീന് ചെറുതായിട്ട് അവിടെ കാണാം. ഇനി നമുക്ക് എങ്ങനെയാണ് അൺലോക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ഇപ്പൊ പറഞ്ഞ മാതിരി അനിതയുടെ ഞാൻ തിരിച്ച് അങ്ങോട്ട് അനിതയുടെ ക്വാളിഫയിങ് സർവീസ് അത് ഒരു പുതിയ നമുക്കത് ചേർക്കണം. അപ്പൊ ആ ടീച്ചറിന് അപ്പൊ നമ്മൾ ഇതിൽ വന്നിട്ട് അൺലോക്ക് എംപ്ലോയി റിപ്പോർട്ട് അത് എടുക്കുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അൺലോക്ക് റിക്വസ്റ്റും ഉണ്ട്, അൺലോക്ക് അപ്രൂവലും ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ആദ്യം അൺലോക്ക് റിക്വസ്റ്റ് എടുക്കുക. അൺലോക്ക് റിക്വസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എടുത്തു, ഓഫീസ് എടുത്തു, എംപ്ലോയി എടുത്തു. അപ്പൊ എംപ്ലോയി നമ്മൾ ആ ഉദ്ദേശിച്ചത് ആരായിരുന്നു, അനിതയല്ലേ, അനിത ഇത്. അപ്പൊ അനിത എടുത്തപ്പം നമ്മൾ അതിനകത്ത് നോക്കണം ഏതാണ് നമുക്കിപ്പം അൺലോക്ക് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഏതാണ് നമുക്ക് അൺലോക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമ്മൾ ക്വാളിഫയിങ് സർവീസ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കണ്ട, ക്വാളിഫയിങ് സർവീസ് 512-461 മൊസക്കോയ മാഷ നമ്പറാണ്. എപ്പോ ലോക്ക് ചെയ്തിട്ടുണ്ട്, ലോക്ക് ചെയ്ത ഡേറ്റ് സമയമാണ് പറയുന്നത് 16/5/21 4/5 കയ്യിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു റീസൺ പറയാം, അപ്ഡേഷൻ റിക്വയർഡ്, ഒരു അപ്ഡേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫോർവേഡ് ഫോർ അപ്രൂവ്. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. അപ്പൊ അൺലോക്ക് ആയില്ല, നമ്മളിപ്പോ റിക്വസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ റിക്വസ്റ്റ് കിട്ടിയിട്ട് അതെന്ത് ചെയ്യണം, ഇതിന്റെ കൺട്രോളിംഗ് ഓഫീസർ, അതായത് രണ്ടും നിങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് സ്കൂളൊക്കെ ആണെങ്കിൽ DOAO ആണ്. അൺലോക്ക് അപ്രൂവൽ അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ അൺലോക്ക് റിക്വസ്റ്റിലൂടെ നിങ്ങൾ കൊടുത്തു, ഇനി നിങ്ങൾ തന്നെ പോയിട്ട് അൺലോക്ക് അപ്രൂവൽ കൊടുക്കും. ഇത് സെലക്ട് ചെയ്യുന്നു,
സർവീസ് എടുക്കുന്നു, എംപ്ലോയി എടുക്കുന്നു. അപ്പോൾ ആകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, കണ്ടോ, ഇതിൽ ലിസ്റ്റിൽ ആകെ ഒരേ ഉള്ളൂ, അനിത്തേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കാണാം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ക്വാളിഫയിങ് സർവീസ് അൺലോക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടിക്ക് ചെയ്യുന്നു. നമ്മളിവിടെ എന്താണ് നമ്മുടെ കമന്റ്, അപ്പോൾ നമ്മൾ ചെയ്യുന്നു അപ്രൂവ്ഡ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കമന്റ് വിട്ട് അപ്രൂവ് ലോക്ക് ചെയ്തു. ഇപ്പം നമ്മൾ പഴയപടിയായി. അപ്പം ഞാൻ ലോക്ക് ചെയ്ത ആ ടീച്ചറുടെ ഇത് എന്ത് ചെയ്തു, വീണ്ടും ഞാൻ അൺലോക്ക് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് പോയി നോക്കാം, ഡീറ്റെയിൽസ് പോയി നോക്കാം. വന്നില്ല, ചിലപ്പോൾ സമയം എടുക്കും, പക്ഷെ അത് വരും. വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് കാണിച്ചത് ലോക്ക് എംപ്ലോയി ലോക്ക് ചെയ്യാൻ വേണ്ടി പോകും, കാരണം നമ്മളിപ്പോൾ അൺലോക്ക് ചെയ്താണല്ലോ. ക്വാളിഫയിങ് സർവീസ് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിഫയിങ് സർവീസ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലോക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല, ഇത് ആദ്യപടി ആക്കി തരും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഈ 3 എണ്ണം, ലോക്ക് എംപ്ലോയി റെക്കോർഡ്, അൺലോക്ക് എംപ്ലോയി റെക്കോർഡ്, ലോക്ക്ഡിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി അടുത്തത് ന്യൂ രജിസ്ട്രേഷൻ, പിന്നെ റിന്യൂവൽ DSC ആണ്. DSCയുടെ പുതിയ രജിസ്ട്രേഷൻ, അത് DSCയുടെ ഒരു സെഷൻ വരുമ്പോൾ, അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, അത് നമ്മുടെ ഒരു സാലറി മാറ്റേഴ്സ് വരുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടി അതുമായിട്ട് കണക്ട് ചെയ്തതായതുകൊണ്ട് സിഗ്നേച്ചറിന്റെ രജിസ്ട്രേഷൻ. ഓക്കെ, അടുത്തത് പ്രോപ്പർട്ടി റിട്ടേൺസ് ആണ്. പ്രോപ്പർട്ടി റിട്ടേൺസ് പിന്നെ എംപ്ലോയീസിനും നമുക്ക് പക്ഷേ ഇപ്പോൾ അത് ആക്റ്റീവ് അല്ല, കാരണം അതിന്റെ സമയം കഴിഞ്ഞു. പ്രോപ്പർട്ടി റിട്ടേൺ ഫയലിംഗ് പീരീഡ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു ആണെങ്കിൽ പാർട്ട് 1 നമ്മൾ ഇമ്മൂവബിൾ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ പാർട്ട് 1 ചെയ്തിട്ട് നേരെ സ്റ്റെപ്പ് 4ലേക്ക് പോവാം. ഇനി അതല്ല മൂവബിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പാർട്ട് 2 പോകും, അല്ല ഇമ്മൂവബിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പാർട്ട് 2 പോവാം. പാർട്ട് 3 മൂവബിൾ ജനറേറ്റിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ഇപ്പോൾ സാധാരണ ഇതിലൂടെ അങ്ങനെ ചെയ്യാറില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ നിർബന്ധമാവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതിലൂടെ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം നമ്മൾ ചെയ്യുന്ന പേപ്പറിൽ എഴുതി വാങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാവരും വാങ്ങിയിട്ട് നമ്മൾ ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും കിട്ടി, ആർക്കും ഇങ്ങനെ വാങ്ങിയിട്ടില്ല. അടുത്തത് ചേഞ്ച് പാസ്വേഡാണ്. അപ്പൊ നിങ്ങളുടെ പാസ്വേഡ് ആരെങ്കിലും അറിഞ്ഞു അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് മാറ്റേണ്ടി വരികയാണ്, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൊടുക്കേണ്ട പാസ്വേഡാണ് എൻ്റെ കറണ്ട് പാസ്വേഡ്, എൻ്റെ ന്യൂ പാസ്വേഡ്, കൺഫേം ന്യൂ പാസ്വേഡ്. ഇങ്ങനെ പാസ്വേഡ് എളുപ്പത്തിൽ നിങ്ങളുടെ പാസ്വേഡ് മാറ്റാം. അപ്പൊ നേരത്തെ ഒരു പാസ്വേഡ് മാറ്റിയത് നിങ്ങൾ ഓർമ്മയുണ്ടോ? അതെന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഫോർഗോട്ട് പാസ്വേഡ്. അതെന്തിനായിരുന്നു? അത് നമുക്ക് പാസ്വേഡ് അറിഞ്ഞുകൂടാ, മറന്നുപോയി. ആ അവസരങ്ങളിൽ നമ്മൾ സഹായിക്കുന്നതാണ് ഫോർഗോട്ട് പാസ്വേഡ്. കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത്, മൊബൈൽ നമ്പർ കൊടുത്ത്, OTP ഒക്കെ വന്ന് അങ്ങനെയൊക്കെ ചെയ്യണം. ഇവിടെ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ, വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞ് കൺഫേം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പാസ്വേഡ്. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് പാസ്വേഡ് ആരെങ്കിലും അറിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പാസ്വേഡ് മാറ്റാൻ ശ്രമിക്കും. ഓക്കെ, അത് ബുദ്ധിമുട്ടില്ല. ഇനി അടുത്തത് ലോഗിൻ ഡീറ്റെയിൽസ് ഓഫ് എ യൂസർ. ഈ ലോഗിൻ ഡീറ്റെയിൽസ് ഓഫ് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പെന്നിൽ ക്രിയേറ്റ് ചെയ്ത പെന്നിൽ ഉപയോഗിച്ചിട്ട് ആരെങ്കിലും, നിങ്ങളല്ലാത്ത ആരെങ്കിലും ലോഗിൻ ചെയ്യുന്നുണ്ട് ഒരു സംശയം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിലൂടെ പോയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആരൊക്കെയാണ് ഇതിനകത്ത് കയറുന്നത്. ഇപ്പോൾ മുസഫർ മാഷിന്റെ നമ്പർ അടിച്ച് ഞാൻ ഗോ പറയുകയാണ്. അപ്പോൾ ഗോ പറയുമ്പോൾ മുസഫർ മാഷിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു. മുസഫർ മാഷ് എഡ്യൂക്കേഷൻ കൈപ്പത്തൂർ, ഹെഡ് മാസ്റ്റർ, ഡേറ്റ് ഓഫ് ബർത്ത്. ഇവിടെ കണ്ട ആക്സസ് പ്രിവിലേജ് എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടോ നിങ്ങൾ? ഇതാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ കുറെ ആക്സസ് DPQI ആണ് സാറിന്റെ. ഡി മീൻസ് അഡ്മിൻ യൂസർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്രിവിലേജിന്റെ കൂടെ പറഞ്ഞില്ല, പല അക്ഷരങ്ങൾ പറഞ്ഞില്ല. ഡിയും ഇയും മിക്കവാറും നമുക്ക് ഉണ്ടാവും പറഞ്ഞില്ലേ. പി എന്ന് പറഞ്ഞാൽ ലീവ് അക്കൗണ്ടിന്റെയാണ്. Q എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയാറിയാം. പിന്നെ ഐയും. അപ്പൊ ഇത്രയും ആക്സസ് സാറിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ് യൂസർ ആണ്. നമുക്ക് എപ്പോഴാണ് ലാസ്റ്റ് ലോഗിൻ ചെയ്തതെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ആരൊക്കെയാണ് ലോഗിൻ ചെയ്തതെന്നുള്ളത്. അതിനറിയാൻ വേണ്ടിയിട്ടാണ് പലതരം 3 മാസത്തെ
ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. അത് ഞാൻ മൂന്നൊന്നും എടുക്കുന്നില്ല. ഞാൻ ഈ മാസം ആരൊക്കെയാണ് കയറിയതെന്ന് ഞാൻ നോക്കാം. ഇന്ന് വരെ ആരൊക്കെയാണ് കയറിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കയറിയിട്ട് നമുക്ക് ഇവിടെ ലിസ്റ്റ് വരും. അപ്പൊ 3-5 ആരൊക്കെ കയറിയിട്ടുണ്ട്. 3-5 കയറിയിട്ടുണ്ട്. 3-5 12-25 കയറിയിട്ടുണ്ട്. 4-5 കയറിയിട്ടുണ്ട്. പിന്നെ 6-5 അങ്ങനെ നമുക്ക് കാണാം. അതിന്റെ അപ്പുറത്ത് ക്ലൈന്റ് ഐ പി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ക്ലൈന്റ് ഐ പി. ഈ ഐ പി എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ കൂടിയാണ് നിങ്ങൾ ഇതിനകത്ത് കയറിയത്. ഏതൊരു ഇന്റർനെറ്റ് കണക്ഷൻ കഴിഞ്ഞാൽ നമുക്കൊരു ഐ പി ഉണ്ട്. ഈ ഐ പി ഉള്ളതുകൊണ്ടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന പേജൊക്കെ നമ്മുടെ അടുത്തേക്ക് കൃത്യമായിട്ട് വരുന്നത്. നമ്മൾ സ്പാർക്ക് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സ്പാർക്ക് വരുന്നത് ആ വെബ് പേജ് ഇത് ഈ ഐ പി നോക്കിയിട്ട് ഇങ്ങോട്ട് അയക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പൊ ഒക്കെ കയറിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഐ പി വെച്ചിട്ടാണ്. അപ്പൊ എൻ്റെ ഐ പി ആണ് ഇപ്പോൾ 103 എന്ന് പറയുന്ന ഈ ഐ പി ഒക്കെ 103, 151 എന്നൊക്കെ പറയുന്ന ഐ പി ഇടയ്ക്ക് ഇങ്ങനെ മാറ്റം വരും. അപ്പൊ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ലോഗിനില് ആരെങ്കിലും ഇങ്ങനെ സംശയം ആരെങ്കിലും പിന്നെ ലോക്കാണ് ലോക്ക് ഹിസ്റ്ററി. നമുക്ക് ഏതെങ്കിലും ഒരു പീരീഡ് ലോക്ക് ചെയ്തോ അൺലോക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒരു ഹിസ്റ്ററി അറിയണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ടീച്ചറുടെ ഒരു അല്ലെങ്കിൽ അതിന് മുമ്പ് ലോക്ക് ചെയ്ത ഒരു ടീച്ചറുടെയോ മറ്റോ ഒരു ഈ സ്കൂളിലുള്ള ഒരു ടീച്ചറുടെ പേര് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത അനിത ടീച്ചറുടെ കൊടുക്കും 566 ഏതെങ്കിലും ഒരു പീരീഡ് കൊടുത്ത് അപ്പൊ നമ്മൾ ഈ ഒരു ടീച്ചറുടെ ഹിസ്റ്ററിയില് പിന്നെ എന്തെങ്കിലും ആരാണ് ചെയ്തതെന്നുള്ളതാണ്. അപ്പൊ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ടീച്ചറുടെ ഇപ്പൊ ഈ മാസം ആകെ ക്വാളിഫയിങ് സർവീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്ക്ഡ് ആക്കിയിട്ടുണ്ട്. ആരും മുസഫായ ഈ 4-5 പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫയിങ് സർവീസ് അൺലോക്ക്ഡ് ആക്കിയിട്ടുണ്ട്. അതും ആരെങ്കിലും മുസഫായ മാഷം 4-8. ഓക്കെ, അപ്പൊ നേരത്തെ ചെയ്തതിന്റെ ഹിസ്റ്ററി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓക്കെ. അടുത്തത് പിന്നെ ലാസ്റ്റ് ക്രിയേറ്റ് ആൻഡ് മോഡിഫൈ യൂസർ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞില്ല, നമുക്കിപ്പോ ഞാൻ നേരത്തെ റിക്വസ്റ്റ് ചെയ്തിരുന്നല്ലോ, അനിത എന്ന് പറയുന്ന എന്റെ SSN റിക്വസ്റ്റ് പോയത് പോലെ അങ്ങനെ കണ്ടില്ല. അല്ല, അത് ഗ്രീവൻസ് അല്ല. നമുക്ക് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ യൂസർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ നമ്മളൊന്ന് അപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്ന അവർക്ക് കൊടുക്കുന്ന അധികാരങ്ങളുടെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെനു ആണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ ആര് കൊടുത്താലും കാര്യമില്ല, കാരണം ഈ സ്കൂളിൽ ആരും യൂസറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ നോക്കിയിരുന്നു, ആരും യൂസറായിട്ട് ക്രിയേറ്റ് ചെയ്തില്ല. അപ്പൊ അതെങ്കിലും യൂസർ ക്രിയേറ്റ് ചെയ്താലേ നമുക്ക് ഇവിടെ അത് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ യൂസറൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും അവരുടെ പെൻ അടിച്ചിട്ട് ഗോ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് ഏതെങ്കിലും പ്രിവിലേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. ക്ലർക്കിനൊക്കെ അങ്ങനെ യൂസർ ക്രിയേറ്റ് ചെയ്ത് അപ്പൊ അങ്ങനെയാണ് പെന്നിന് നിങ്ങളുടെ കൈവശം തന്നെ ഇരിക്കും. അദ്ദേഹത്തിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ബില്ല് പ്രിപ്പറേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സബ്മിഷനൊക്കെ നിങ്ങളും അങ്ങനെയൊക്കെ ആക്കി മാറ്റാം. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു വലിയൊരു വിശാലമായ ഒരു അർത്ഥത്തിലാണ് നമ്മൾ സ്പാർക്കിന്റെ ഒരു ഡിസൈൻ. ഇനിയും കുറെ കൂടിയൊക്കെ മെച്ചപ്പെടാനുണ്ട്, മെച്ചപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമ്മുടെ സർവീസ് ബുക്ക് തന്നെ ഇലക്ട്രോണിക് സർവീസ് ബുക്ക് ആക്കാൻ ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ AG ഒരു ഒബ്ജക്ഷൻ കാരണമാണ് അത് അവിടെ ഇങ്ങനെ നീണ്ടു പോകുന്നത്. AG പറയുന്നത് ഒരു സർവീസ് ബുക്കിലുള്ള അത്രയും ഡീറ്റെയിൽസ് സ്പാർക്കില് അത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലേ AG സമ്മതിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം ആ രീതിയിൽ അപ്പം നമ്മൾ സർവീസ് ബുക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ AG സമ്മതിക്കും. അല്ലെങ്കിൽ AGക്ക് പെൻഷനൊക്കെ അലോട്ട് ചെയ്യുമ്പോൾ സർവീസ് ബുക്ക് കൃത്യമായിട്ട് നോക്കണം. അതിൽ തൊട്ട് ആദ്യത്തെ പേജ് തൊട്ടിട്ട് മുഴുവൻ പേജും AG നോക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് വരുവാണെങ്കിൽ AG ഓക്കെ ആണെന്ന് അതിൻ്റെ ഒരു ഇതായിട്ട് പ്രശ്നമായിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അഡ്മിനിസ്ട്രേഷൻ മെനുവിൽ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത്യാവശ്യം കൊറീസിലുള്ള മെനുവിൽ നിന്നും ഇനി നാളെ നിങ്ങൾക്ക് മനോഹരമായ സെക്ഷൻ ആയിരിക്കും. സർവീസ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സർവീസ് മാറ്റേഴ്സും അത് കഴിഞ്ഞിട്ട് സാലറി മാറ്റേഴ്സും ആ സെഷൻ നാളെ സർവീസ് മാറ്റേഴ്സ് പ്രമോദ് മാഷ് ഡീൽ ചെയ്യും. മാഷ് കുറച്ചുകൂടെ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മാഷ് പറയും. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഇപ്പം തന്നെ 4:13 എനിക്ക് 1 മണിക്കൂറാണ് മുസ്ലിം മാഷ് സമയം. അപ്പോൾ 1 മണിക്കൂറിലധികം എടുത്തെന്ന് തോന്നുന്നു.
ഞാൻ പറഞ്ഞത് വ്യക്തമായി വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ എല്ലാം നേരത്തെ DD സാർ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചെടുക്കണം. കാരണം നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്റർ ആവുകയാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ വേറെ ആളുടെ കീഴിൽ നമ്മൾ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിന്ന്. അപ്പം അങ്ങനെയല്ല, നിങ്ങൾ തന്നെയാണ്, നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയണം. ഞാനൊക്കെ വരുമ്പോൾ, നമുക്ക് ഓഫീസിലൊക്കെ വരുമ്പോൾ എനിക്ക് ഓഫീസ് എന്താണ്, ഓഫീസ് ഫയൽ എന്താണ്, നോട്ട് എന്താണ് അറിയില്ല. നമ്മളിങ്ങനെ നോക്കി അത്യാവശ്യം പഠിച്ച് അതുപോലെ തന്നെ നമ്മൾ പഠിക്കണം. പൂർണ്ണമായിട്ട് പഠിച്ചല്ല, ഒരു ദിവസം 2 ദിവസം കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ഒന്നും അറിയാത്ത പോലെ ഇരിക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ നിർത്തുകയാണ്. ഞാൻ അധ്യക്ഷൻ ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഞാൻ നിങ്ങൾക്ക് തരുന്നു വേദി. ഓക്കെ. പ്രമോദ് മാഷ് ഉണ്ടോ? ലൈനിലുണ്ടോ? പ്രമോദ് സാർ ലൈനിലുണ്ടോ? പ്രമോദ് സാറ് ഉണ്ടല്ലോ അല്ലെ? ഓക്കെ. എന്തായാലും നമ്മള് ഈ ആദ്യം നടത്തിയ സെഷന്റെ റിപ്പീറ്റേഷൻ ആണ് ഇന്ന് നടത്തിയത്. എനിക്ക് തോന്നുന്നത് അന്ന് പങ്കെടുത്ത കുറച്ചു പേര് കൂടി ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോ അവർക്കാണെങ്കിൽ ഈ ഒരു ക്ലാസ്സോട് കൂടി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇനി ഈ ഒരു ജ്ഞാനവും ഈ കാര്യത്തിൽ ഇല്ലാത്ത ആളുകൾക്ക് ഒരുപക്ഷെ ഇന്ന് സുരേഷ് സാർ എടുത്തതിനേക്കാൾ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെഷനാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും വ്യക്തമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ പോയിന്റും. ആദ്യത്തെ ദിവസം സാറിന് ചെറിയൊരു സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് നെറ്റിന്റെ സ്പാർക്ക് ഡൗൺ ആയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും സംഭവിച്ചിട്ടില്ല. വളരെ കൃത്യമായിട്ട് അപ്പൊ ഞാനും ആദ്യാവസാനം വരെ ഇതിലുണ്ടായിരുന്നു. അന്ന് ഒരുവിധം കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചതാണ്. പക്ഷെ ഇന്ന് ആ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി വ്യക്തമായിട്ട് എനിക്ക് കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള അനുഭവം തന്നെ ആയിരിക്കും ഇതിൽ പങ്കെടുത്തവർക്കും എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഇന്ന് നമ്മുടെ സമയം 4 മണിയാണെങ്കിൽ ഒരു 15 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിലും അത് വൈകിയതല്ല. വളരെ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗമായതുകൊണ്ട് നന്ദി പറയുക എന്നുള്ളത് ഒരു നന്ദികേടായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. നമ്മുടെ അധ്യക്ഷന് സ്ഥലത്തില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തിരിക്കുന്നത്. ഓങ്കാരൻ സാറുണ്ടോ? ലൈനിലുണ്ടോ? ഓങ്കാരൻ സാറുണ്ടോ? ഹലോ, ഓങ്കാരൻ സാർ ലൈനിലുണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. ആയിക്കോട്ടെ. എന്തായാലും ശരി, നമുക്ക് ഇതിന് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് മുനാസ് സാർ ആയിരുന്നു. മുനാസ് സാർ ഇപ്പോ DO വിളിച്ചൊരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, പേഴ്സണലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഔപചാരികമായ നന്ദി പറയുന്നത് നമ്മുടെ പ്രമോദ് സാർ തന്നെ ആയിരിക്കും. പ്രമോദ് സാറിന്റെ സുഹൃത്തു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് അത് ഏറ്റവും അനുയോജ്യം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പതിവ് പോലെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുക. നാളെ ഇതേപോലെ തന്നെ പ്രമോദ് സാറിന്റെ ഒരു അടിപൊളി സെഷൻ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രമോദ് സാറിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് പിരിച്ചുവിടുന്നതിനായി ക്ഷണിക്കുന്നു. ഓവർ ടു പ്രമോദ് സാർ. ഹലോ, പ്രമോദ് സാർ മൈക്ക് ഓൺ അല്ലല്ലോ? സാറ് മൈക്ക് ഓൺ അല്ല. ഇപ്പൊ വന്നു. പറഞ്ഞോളൂ. നമ്മുടെ ഓൺലൈൻ സ്പാർക്ക് ട്രെയിനിങ്ങിന്റെ എക്കോ ഉണ്ടല്ലോ പക്ഷേ. എക്കോ ഒരു 4 10 ഇട്ട. ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ. നമ്മുടെ ഓൺലൈൻ സ്പാർക്ക് ട്രെയിനിങ്ങിന്റെ ആദ്യ ദിവസത്തെ ക്ലാസിന്റെ അത് വീണ്ടും ആദ്യ ദിവസം കിട്ടാത്തവർക്ക് വേണ്ടി സുരേഷ് സാർ ഇന്ന് വീണ്ടും അവതരിപ്പിച്ചതാണ്. ഏതായാലും ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും ഗുണപ്രദമാകുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നാളെയും
ക്ലാസ് തുടരും. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പുതിയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ് തുടരാം. ഇന്ന് നമുക്ക് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് ഇടുക്കി DD കൂടിയായ ശശീന്ദ്ര വ്യാസ് സാറാണ്. വളരെ നല്ല ഒരു ഉദ്ഘാടന ഭാഷണവും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടി. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ശശീന്ദ്ര വ്യാസ് സാറിന് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ മറ്റവരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കണം എന്നില്ല. കാരണം സുരേഷ് സാറൊക്കെ നമ്മുടെ ഈ കൂട്ടായ്മയിലെ അംഗമാണ്. എങ്കിലും ഔപചാരികതയുടെ മാത്രം പേരിൽ സുരേഷ് സാറിനോടും നമ്മുടെ ഈ കൂട്ടായ്മയിലെ മുഴുവൻ അംഗങ്ങളോടും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഓക്കെ, നമുക്ക് പിരിയാം. ഇനി വീണ്ടും നാളെ 2:30 കാണാം. താങ്ക് യു.